നെറ്റ്വർക്ക് പെനിട്രേഷൻ ടെസ്റ്റിങ് അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ പെനിട്രേഷൻ ടെസ്റ്റിങ് ഏത് നോക്കിയാലും നമ്മൾ ഫസ്റ്റ് ഇൻഫർമേഷൻ ഗാദറിംഗ് ആണ് നമ്മൾ മെയിൻലി ചെയ്യുക. ഇപ്പോൾ ഇതിന് മുന്നത്തെ ക്ലാസ് എടുത്തതുപോലെ അങ്ങനത്തെ ഷോർട്ടാൻ വെച്ചിട്ട് ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇൻഫർമേഷൻ ഗാദറിങ് ചെയ്യുക. രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ് ഫേസ് ആണ് സ്കാനിങ് എന്ന് വരുന്നത്. അത് ഇനിയിപ്പോൾ വെബ് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, നെറ്റ്വർക്ക് ഫീറ്റ് ആയിക്കോട്ടെ, ഏത് ഇത് പെൻ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മെയിൻലി സ്കാനിങ് കാണാൻ പോവുക. ഞാൻ PPT ഷെയർ ചെയ്യാം. സ്ക്രീൻ കാണുന്നുണ്ടോ? ഇപ്പോൾ സ്കാനിങ് ആൻഡ് എന്യൂമറേഷൻ ആണ് മെയിൻലി ഇതാക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഏതൊരു ടെസ്റ്റിങ്ങിലും ഫസ്റ്റത്തെ ഫേസ് എന്താണെന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ഗാദറിങ് അല്ലെങ്കിൽ റീകോൺ എന്നാ പറയാ. രണ്ടാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ സ്കാനിങ് ആണ്. സ്കാനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ IP കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്യും. ഞാൻ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു തരാം. അപ്പോൾ സ്കാനിങ്ങും എന്യൂമറേഷനും, സ്കാനിങ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എടുക്കുന്നതിനാണ് മെയിനായിട്ട് എന്യൂമറേഷൻ എന്ന് പറയാം. നമ്മളിവിടെ മെയിൻലി പോകുന്നത് കുറെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സെഷൻസും കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും നോക്കുന്നത് കേട്ടോ. മെയിനായിട്ട് കുറച്ച് തിയറി പോലത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ പ്രാക്ടിക്കലും കാര്യങ്ങളും എടുക്കുക, അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. വോയിസും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? സ്ക്രീനും കാര്യങ്ങളൊക്കെ യെസ് സർ. ഓക്കെ. അപ്പോൾ ആദ്യം ചോദിക്കാനുള്ളത് എന്താണ് സ്കാനിങ് എന്നാണ്. സ്കാനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് സ്കാൻ ചെയ്യും. ഏതെങ്കിലും ടൂൾ വെച്ചിട്ട് അതിലെന്തെങ്കിലും പോർട്ട് ഓപ്പൺ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസസ് കാണാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും വൾണറബിലിറ്റീസോ വീക്ക്നെസ്സോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി സ്കാനിങ് എന്ന് ചെയ്യാം. മെയിൻലി സ്പോട്ട് സ്കാനിങ് എന്ന് പറഞ്ഞൊരു സ്കാനിങ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കാനിങ് ഉണ്ട്. പോർട്ട് സ്കാനിങ് എന്ന് പറഞ്ഞാൽ പോർട്ട് എന്ന് മെയിൻലി പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ചാർജർ പിൻ ചെയ്യാനും USB കേബിളും അതേപോലെ ഹെഡ്സെറ്റിന് വേറെ പോർട്ടാണ്. അതേപോലെ ഡിഫാൾട്ടായിട്ട് ഓരോ സർവീസസിന് ഇപ്പോൾ ഓരോ സർവീസസിനും ഡിഫാൾട്ടായിട്ട് കുറച്ച് പോർട്ട് ഉണ്ട്, അല്ലാത്ത കുറച്ച് പോർട്ടും ഉണ്ട്. അപ്പോൾ ഈ ഇങ്ങനത്തെ പോർട്ട് ഓരോ മെഷീനിലോ അല്ലെങ്കിൽ ഓരോ വെബ് ആപ്ലിക്കേഷനിലും കാര്യങ്ങളിലൊക്കെ ഏതൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അവിടെ ഏത് സർവീസസാണ് യൂസ് ചെയ്യുന്നത്, അതേപോലെ നമ്മൾ പറയുമല്ലോ ഏത് വെർഷനാണ് ഒരു സർവീസിന്റെ ഏത് വെർഷനാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഒക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ സ്കാനിങ് മെയിൻലി യൂസ് ചെയ്യും. ആണ് മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് സ്കാനിങ്ങിന്റെ വരുന്നത്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കാനിങ് ഉണ്ട് മെയിൻലി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ പോർട്ട് സ്കാനിങ്, നെറ്റ്വർക്ക് സ്കാനിങ്, വൾണറബിലിറ്റി സ്കാനിങ്, പിങ് സ്കാനിങ്, സർവീസ് സ്കാനിങ്. ഇതിൽ ആദ്യം നമുക്ക് പോർട്ട് സ്കാനിങ് നെറ്റ്വർക്ക് സ്കാനിങ്ങിനെ കുറിച്ച് പറയാം. അപ്പോൾ ഞാൻ ഒരു വൈഫൈയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വൈഫൈയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ബാക്കിയുള്ള വൈഫൈൻ്റെ ബാക്കിയുള്ള സിസ്റ്റംസ് ലിസ്റ്റ് ചെയ്യണം. അതിൻ്റെ IP അഡ്രസ്സ് കാണണം. ഇനി അവിടെ IP അഡ്രസ്സ്, അതിൻ്റെ ഹോസ്റ്റ് നെയിം കാര്യങ്ങളൊക്കെ ഈ ഞാൻ നിൽക്കുന്ന നെറ്റ്വർക്കിലുള്ളത് സ്കാൻ ചെയ്യാനാണ് നെറ്റ്വർക്ക് സ്കാനിങ് മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് തോന്നുന്നു. അറിയെങ്കിൽ തംസ് അപ്പ് ഒന്നും ഇടായിരുന്നു. ഓക്കെ. ഇപ്പൊ ഞാനിപ്പോ എൻ്റെ വീട്ടില് ഒരു വൈഫൈയിൽ കണക്റ്റഡ് ആണ്. അപ്പൊ ഈ വൈഫൈയിൽ കുറെ ഡിവൈസസ് ഉണ്ട്. അപ്പൊ ആ ഡിവൈസസ് ലിസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ IP അഡ്രസ്സ് കണ്ടുപിടിക്കാനും, ഇനിയിപ്പോ IP കണ്ടുപിടിച്ചിട്ട് അതിൽ ഏതൊക്കെ സർവീസസ് റൺ ആയിക്കുന്നു എന്ന് കണ്ടുപിടിക്കാനൊക്കെയാണ് നെറ്റ്വർക്ക് സ്കാനിങ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഏതൊക്കെ ഡിവൈസസ് അതിലുണ്ട് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ.
പിന്നെ രണ്ടാമത്തെ സ്കാനിങ് ആണ് പോർട്ട് സ്കാനിങ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഓരോ സർവീസസിനും ഓരോ പോർട്ട് യൂസ് ചെയ്യും. നമ്മൾ SSH എന്ന് പറയും ഒരു സർവീസ് ആണ്. അതിന് നമ്മൾ ഡിഫാൾട്ടായിട്ട് 22 എന്നുള്ള പോർട്ട് യൂസ് ചെയ്യും. അതേപോലെ HTTP നമ്മൾ ഡിഫാൾട്ടായിട്ട് 80 എന്നുള്ള പോർട്ട് യൂസ് ചെയ്യും. അങ്ങനെ ഓരോ സർവീസസിനും ഓരോ പോർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. പലതും ഡിഫാൾട്ട് ആയിട്ടുള്ള പോർട്ട്സും ഉണ്ട്. ടോട്ടലി 6535 പോർട്ട്സ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ടോട്ടൽ പോർട്ട്സ് അടിച്ചാൽ കാണേണ്ടതാണ്. അവിടെ കാണുന്നില്ല കേട്ടോ. മെയിൻലി പറഞ്ഞാൽ 6535 പോർട്സ് ആണ് നമുക്ക് യൂസ് ചെയ്യാനുള്ളത്. അതിൽ ഡിഫാൾട്ട് ആയിട്ടുള്ള പോർട്സ് അല്ലാത്ത പോർട്സ് ഏത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് പോർട്ട് സ്കാനിങ്ങിൽ മെയിൻലി ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഏത് പോർട്ടിലാണ് ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് HTTPന്റെ പോർട്ട് സ്കാൻ ചെയ്യണമെങ്കിൽ അത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് Nmap എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ യൂസ് ചെയ്യാം. യൂസ് ചെയ്തിട്ട് പോർട്ട് സ്കാനിങ്, നെറ്റ്വർക്ക് സ്കാനിങ്, അങ്ങനത്തെ എല്ലാ സ്കാനിങ്ങും നമുക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റും. അതാണ് മെയിൻലി പോർട്ട് സ്കാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വൾനറബിലിറ്റി സ്കാനിങ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, വൈഫൈയിലുള്ള ഡിവൈസസ് ഒക്കെ ലിസ്റ്റ് ചെയ്തു നെറ്റ്വർക്ക് സ്കാനിങ്ങിലൂടെ. എന്നിട്ട് സർവീസസ് സ്കാൻ ചെയ്തു. ഇന്നൊരു സർവീസ് വർക്ക് ചെയ്യുന്നുണ്ട്, ഇന്നൊരു പോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ പോർട്ടിൽ വർക്ക് ചെയ്യുന്ന സർവീസസ് എന്തെങ്കിലും വൾനറബിലിറ്റീസ് ഉണ്ടോ എന്ന് സ്കാൻ ചെയ്യും. ആ വെർഷൻ എന്തെങ്കിലും വൾനറബിലിറ്റി ഉണ്ടോ കാര്യങ്ങൾ സ്കാൻ ചെയ്യും. പിന്നെ വൾനറബിലിറ്റി സ്കാനിങ്ങിനായിട്ട് നമുക്ക് കുറേ ഓട്ടോമേഷൻ ടൂൾസ് ഉണ്ട്. നിക്ടോ, ന്യൂക്ലിയൈ, ഓപ്പൺ വാസ്, അങ്ങനത്തെ കുറേ ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വൾനറബിലിറ്റി സ്കാനിങ്. ഈ വൾനറബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെ ഒരു സിസ്റ്റത്തിൽ എന്തെങ്കിലും വീക്ക്നെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയാനും വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും മിസ്കോൺഫിഗർ ആയിട്ട് കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അറിയാനാണ് മെയിൻലി വൾനറബിലിറ്റി സ്കാനിങ് യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും വൾനറബിലിറ്റി ഉണ്ടോ എന്ന് നോക്കിയിട്ട് പിന്നെ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പാണ്, സ്കാനിങ് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ വൾനറബിലിറ്റി അനാലിസിസ് എന്നൊക്കെ പറയും. അപ്പോൾ മെയിൻലി വൾനറബിലിറ്റി സ്കാനിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഓട്ടോമേഷൻ ടൂൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ആ സർവീസിൽ എന്തെങ്കിലും വൾനറബിലിറ്റിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരക്കുന്നതിനാണ് മെയിൻലി വൾനറബിലിറ്റി സ്കാനിങ് എന്ന് പറയുക. പിന്നെ പിങ് സ്കാനിങ്. ഓക്കെ. പിങ് സ്കാനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗ്രൂപ്പിൽ കുറെ പേര് ചോദിക്കുന്നത് കണ്ടു ഞാൻ. ഹാക്ക് ദ ബോക്സിൽ കണക്ഷൻ കിട്ടുന്നില്ല, കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ പിങ് സ്കാനിങ് മെയിൻലി ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളെ നെറ്റ്വർക്കിൽ തന്നെ വേറൊരു സിസ്റ്റത്തിന്റെ IP നമുക്ക് പിങ് ചെയ്ത് നോക്കാൻ പറ്റും. ഈ സിസ്റ്റം അലൈവ് ആണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിസ്റ്റം അവിടെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പിങ് ചെയ്ത് നോക്കാം. ഇപ്പോൾ IT കമ്പനീസിലൊക്കെ ആണെങ്കിൽ മാനേജേഴ്സ് ഒക്കെ പറയും മീറ്റിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ ഇന്ന പിങ് ചെയ്യണം എന്ന് പറയും. ജസ്റ്റ് ഇന്നൊന്ന് അറിയിക്കണം അല്ലെങ്കിൽ ഇന്നൊന്ന് ഇൻഫോം ചെയ്യണം എന്നാണ് അതിന് മെയിൻലി ഉദ്ദേശിക്കുന്നത്. പിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ഫുള്ളായിട്ട്. ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ട് ഞാനെല്ലാം ഫുള്ളായിട്ട് എല്ലാം കാണിച്ചു തരാം. Nmap എന്നുള്ള ടൂളും കാര്യങ്ങളൊക്കെ ഫുള്ള് ബേസിക് ലെവൽ തൊട്ടുകൊണ്ട് ഫുള്ളായിട്ട് എല്ലാവർക്കും കാണിച്ചു തരാൻ, പഠിപ്പിച്ചു തരാം. അതാണ് മെയിൻലി പിങ് സ്കാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിങ് കൊണ്ട് നമുക്ക് ഒരു ഡൊമൈനിന്റെ IP കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനത്തെ കുറെ യൂസസ് ഉണ്ട്. മെയിൻലി യൂസ് ചെയ്യുന്ന യൂസസ് ഒക്കെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ബാക്കിയുള്ളതൊക്കെ നിങ്ങളൊന്ന് കുറച്ചും കൂടി ഒന്ന് റിസർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതാക്കിയിട്ടൊക്കെ ചെയ്താൽ കറക്റ്റ് ആയിട്ട് കിട്ടാവുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ സർവീസ് സ്കാനിങ് ഞാൻ പറഞ്ഞ പോലെ ഒരു IP എടുത്ത് സ്കാൻ ചെയ്തു. അപ്പോൾ പോർട്സ് ലൈക്ക് ഓപ്പൺ പോർട്സ് ആയിട്ടുള്ള ഡിഫാൾട്ട് പോർട്ട് 80 പോർട്ട് 80 എന്ന് പറഞ്ഞ HTTP ആണ്. 443 എന്ന് പറഞ്ഞ HTTPS, 22 എന്ന് പറഞ്ഞ SSH യൂസ് ചെയ്യുന്നതാണ്.
21 എന്ന് പറഞ്ഞ FTP യൂസ് ചെയ്യുന്ന പോർട്ടാണ്. അങ്ങനെ കുറെ ഡിഫാൾട്ട് ആയിട്ടുള്ള പോർട്ട് ഉണ്ട്. ഇപ്പോ ഒരു സർവീസ് അപ്പാഷെ എന്നുള്ള ഒരു സർവീസ് പോർട്ട് 18 ഒരു വെബ് സെർവർ ആണ് അപ്പാഷെ എന്ന് പറഞ്ഞാൽ ട്ടോ. നമ്മളെ വെബ്സൈറ്റിനും ഇതിനും ഇത് കോണ്ടാക്ട് ചെയ്യുന്ന ഒരു വെബ് സെർവറിന്റെ ഒരു ഔട്ട്ഡേറ്റഡ് വെർഷന് കണ്ടുപിടിക്കാന്, സർവീസ് സ്കാൻ, അവിടെ എന്ത് സർവീസാ വർക്ക് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനാണ് മെയിൻലി സർവീസ് സ്കാനിങ് എന്ന് യൂസ് ചെയ്യാം. ഞാൻ കുറെ പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, ഒരു ഡിഫാൾട്ട് പോർട്ടിന്റെ ഒരു ഇത് ഉണ്ടായിരുന്നു എന്റെ കയ്യില്, കാണിച്ചു തരാം. ഇത്രയും ഡിഫാൾട്ട് പോർട്സ് ആണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുക. 21 എന്ന് പറഞ്ഞാല് FTP യൂസ് ചെയ്യുന്നതാണെങ്കിൽ 22 എന്ന് പറഞ്ഞാൽ SSH സെക്യൂർ ഷെൽ എന്ന് പറയും. ഫസ്റ്റ് FTP എന്ന് പറഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാ പറയാം. നമുക്ക് ഫയലൊക്കെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലും കാര്യങ്ങൾക്കൊക്കെ FTP യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ 23 ടെൽനെറ്റ്, 25 SMTP ഇമെയിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. 53 DNS, 80 HTTPS അല്ല കേട്ടോ, HTTP. പിന്നെ 110 POP3 എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യും. 143 IMAP യൂസ് ചെയ്യും. 443 HTTP സെക്യൂർ HTTPS യൂസ് ചെയ്യും. 45 SMB യൂസ് ചെയ്യും. വിൻഡോസ് ഫയൽ ഷെയർ ചെയ്യാനും കാര്യത്തിനും ഈ ഒരു ഫയൽ ഷെയറിങ്ങിനൊക്കെ SMB സർവീസ് ആണ് മെയിൻലി യൂസ് ചെയ്യുക. പിന്നെ 3306 MySQL യൂസ് ചെയ്യും. പിന്നെ 3389 റിമോട്ട് ഡെസ്ക്ടോപ്പിന് യൂസ് ചെയ്യും. അപ്പോൾ മെയിൻലി ഇത്ര പോർട്ടും കാര്യങ്ങളൊന്നും അല്ല ഉള്ളത്. ഡിഫാൾട്ട് ആയിട്ട് ഇത്രയല്ല, പല സർവീസസിനും പല പോർട്ടാണ് ഡിഫാൾട്ട് ആയിട്ടുള്ളതുണ്ട്. ഇപ്പൊ ഡിഫാൾട്ട് പോർട്ട് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വേറെ പോർട്ട് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ 65,535 പോർട്ട് ഉണ്ട്. അതിൽ നമുക്ക് ഏതും ചില സർവീസിന് ഇന്ന പോർട്ട് തന്നെ യൂസ് ചെയ്യണം എന്നുണ്ടാവും, അല്ലാത്ത സർവീസിന് നമുക്ക് ഏത് പോർട്ട് യൂസ് ചെയ്താലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് Nmap എന്ന് പറഞ്ഞിട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടൂൾ ഉണ്ട്. നെറ്റ്വർക്ക് സ്കാനിങ്ങിനും പോർട്ട് സ്കാനിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് Nmap എന്ന് പറയുന്നത്. ഇത് വിൻഡോസിലും അല്ലെങ്കിൽ വിൻഡോസിലും അവൈലബിൾ ആണ്, ഉബുണ്ടുവില്, കാലിനെക്സില്. നിങ്ങൾ ഏതെങ്കിലും കാലിനെക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ? എല്ലാവരും വെർച്വൽ ബോക്സിലാണോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ എൻ്റെ കൂടെ ചെയ്യാം, അല്ലെങ്കിൽ നോക്കിയിരുന്നാലും മതി. ഞാൻ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. പിന്നെ ഇതിന് ഇന്ന് ടാസ്ക് എന്ന് പറഞ്ഞാൽ മെയിൻലി Nmap-നെ കുറിച്ച് ഒരു CTF അല്ല, ട്രൈആക്മിലൊരു ലാബ് തരുന്നതാണ് മെയിൻലി ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ മെയിൻലി അത് വരുന്നത് Nmap-നെ കുറിച്ചാണ്. അപ്പോൾ Nmap-ന്റെ കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ GPT-യിലും അത് AI യൂസ് ചെയ്യാതെ സ്വന്തമായിട്ടൊന്ന് കണ്ടെത്താൻ നോക്കിയാൽ നിങ്ങൾക്ക് സ്കാനിങ് എന്നുള്ള ഒരു പാർട്ടിന് പിന്നെ വേറെ എന്തും നോക്കേണ്ട കാര്യങ്ങളോ ആവശ്യങ്ങളൊന്നും വരില്ല. സ്കാനിങ് ഏകദേശം സെറ്റാവും. ഞാൻ പറഞ്ഞല്ലോ, സൈബർ സെക്യൂരിറ്റിന്റെ ഒരു വെബ് ആപ്ലിക്കേഷൻ പെൻട്രേഷൻ ടെസ്റ്റിങ്ങോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് PT എന്ത് എടുക്കുകയാണെങ്കിലും രണ്ടാമത് നമുക്ക് ഇൻഫോർമേഷൻ ഗാദറിങ് കഴിഞ്ഞാൽ പിന്നെ സ്കാനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. വൾനറബിലിറ്റി സ്കാനിങ് എന്നും പറയാം, അല്ലെങ്കിൽ സാധാ സ്കാനിങ് ആയിട്ട് നെറ്റ്വർക്ക് സ്കാനിങ്, അതായത് പോർട്ട് സ്കാനിങ് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എവിടെ ചെന്നാലും ഇത് നമ്മൾ ചെയ്യേണ്ടി വരും ഏകദേശം എല്ലായിടത്തും. ഇപ്പോൾ ഓൺ സൈറ്റ് ആയിട്ട് നമ്മൾക്ക് വേറെ കമ്പനിയിൽ പോയിട്ട് അവിടുത്തെ നെറ്റ്വർക്ക് ഒക്കെ സ്കാൻ ചെയ്യുകയാണെങ്കിലും ആദ്യം മെയിൻലി പോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ Nmap ആണ് യൂസ് ചെയ്യല്. Nmap മാത്രമല്ല, കുറെ ഡിഫറെൻ്റ് ആയിട്ട് കുറെ ടൂൾ ഉണ്ട്. അതൊക്കെ നെറ്റ്വർക്ക് സ്കാനിങ്ങോ അല്ലെങ്കിൽ പോർട്ട് സ്കാനിങ്ങിനായിട്ട് നിങ്ങൾക്ക് ഗൂഗിളിലോ കാര്യങ്ങൾക്കോ എവിടെ സെർച്ച് ചെയ്താലും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ മെയിൻലി ഇപ്പം ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്ന Nmap ആണ്. അപ്പോൾ Nmap നമുക്ക് കാലിനെക്സ് ആണെങ്കിൽ ജസ്റ്റ് sudo apt ഇൻസ്റ്റാൾ, അങ്ങനെ sudo apt ഇൻസ്റ്റാൾ Nmap എന്ന് അടിച്ചാൽ
നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ആണ്. അപ്പോൾ ഉബണ്ടുവിലും സുഡോപിറ്റ് ഇൻസ്റ്റാൾ എന്നാപ്പ് അടിച്ചാൽ കിട്ടുമെന്നാണ് തോന്നുന്നത്. കിട്ടേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ nmap -h എന്ന് അടിച്ചാല് nmapന്റെ യൂസസ് കാര്യങ്ങളൊക്കെ കാണിക്കും. ഇന്നത് യൂസ് ചെയ്യണ ലിസ്റ്റ് സ്കാന്, പിങ് സ്കാന്, അങ്ങനെ കാര്യങ്ങൾക്ക് ഇതിൽ തന്നെ ഉണ്ട്. ഓൾമോസ്റ്റ് -h അടിച്ചാൽ നമുക്ക് അതിന്റെ യൂസേജ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്, -ss സിം സ്കാൻ യൂസ് ചെയ്യുന്നതാണ്, UDP സ്കാനില്. ഇനിയിപ്പോ അങ്ങനെ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാൻ എന്ന് പറഞ്ഞിട്ട് ഡിഫാൾട്ടായിട്ട് ലിനക്സിൽ ഒരു സംഭവം ഉണ്ട്. അത് മാൻ nmap എന്ന് അടിച്ചാൽ അതിന്റെ ഒരു മാനുവൽ പോലത്തെ ഒരു സംഭവം വരും. ഇന്നത് ഇങ്ങനെ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ nmapന്റെ മാനുവലാണ് ഇപ്പോൾ ഈ കാണുന്നത്. nmap എങ്ങനെ യൂസ് ചെയ്യണം, nmap -a കാര്യങ്ങൾ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള കറക്റ്റ് ആയിട്ടുള്ളൊരു ഫോർമുല മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് nmapന് മാത്രമല്ല യൂസ് ചെയ്യുക, ലിനക്സിൽ ഏത് കമന്റ് ഉണ്ടോ അതിന് മാനുവലും കാര്യങ്ങളും കിട്ടുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ക്രീന് വലുതാക്കണോ? കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഫോണ്ട് വേണമെങ്കിൽ കുറച്ച് വലുതാക്കാം. ഇപ്പോൾ നെറ്റ്വർക്ക് സ്കാനിങ്ങിന് നമ്മളിപ്പോൾ വൈഫൈയിൽ കണക്ട് ചെയ്തു. അപ്പോൾ വൈഫൈയിൽ കണക്ട് ചെയ്താൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ IP ആണ്. നമുക്കൊരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്താൽ നമുക്കൊരു IP ഉണ്ടാവും. നമുക്കൊരു IP ഉണ്ടാവും. ഇതാണിപ്പോൾ എൻ്റെ IP. ഈ IP ഒന്നും നോക്കണ്ട. ഇത് ഞാൻ എതർനെറ്റ് ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ വേറെ IP ഇതാക്കിയതാണ്. പിന്നെ അതേപോലെ നമുക്ക് ഒരു ലൂപ്പ് ബാക്ക് IP കൂടി ഉണ്ടാവും. 127.0.0 ഇത് നമ്മളെ ലോക്കൽ ഹോസ്റ്റ് എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ IP വരുന്നത്. ആദ്യം നമ്മുടെ IP ആണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നമ്മൾ nmapൽ ബേസിക് ആയിട്ടുള്ളൊരു ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മളെ നെറ്റ്വർക്കിലുള്ള ബാക്കിയുള്ള ഡിവൈസസ് ലിസ്റ്റ് ചെയ്യാന്നാണ് മെയിൻലി നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് nmap -sn നമ്മുടെ IP എന്തായിരുന്നു, നമ്മുടെ IP ലാസ്റ്റ് /0/24 എന്നിടുക. ഇത് നമ്മുടെ ഇത് 24 ഇടാം, അതേപോലെ 32 ഇടാം, 8 ഇടാം, 16 ഇടാം. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് നമ്മള് 0/24 ഇട്ടു. അപ്പോൾ മെയിൻലി പറഞ്ഞാൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ലാസ്റ്റ് സബ്നെറ്റ്, ഇതിന് ഒക്ടറ്റ് എന്നോ അങ്ങനെ എന്തോന്നാ പറയാം. അപ്പോൾ ഈ ഇവിടെ 244 IP പോവും. 192, 168, 29.1 to 244 IP വരെ. 255 ഒന്ന് നമ്മൾ ഡിഫാൾട്ട് ആയിട്ടുള്ളത് കൊടുക്കുന്നതാണ്. അപ്പൊ 244 IP വരെ ഒരു നെറ്റ്വർക്കിൽ വരാം 29 കഴിഞ്ഞതിന് ശേഷം കേട്ടോ. 24 ഇട്ടാല് ഈ 0 ഉള്ളിടത്ത് 244 അല്ലെ 285 വരെ ഉള്ളത് നമ്മൾ എന്യൂമറേറ്റ് ചെയ്ത് നോക്കും. എങ്ങനെയാന്ന് വെച്ചാല് ആദ്യം ഇപ്പൊ ഒന്നെടുക്കും, എന്നല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ 10 എന്നുള്ളിടത്തേക്ക് പിങ് ചെയ്ത് നോക്കും. ഫസ്റ്റ് പിങ് ചെയ്ത് നോക്കിയിട്ട് അവിടുന്ന് എന്തെങ്കിലും പാക്കറ്റ്സോ അല്ലെങ്കിൽ കണക്ഷൻ ഇങ്ങോട്ട് തിരിച്ച് കിട്ടുന്നുണ്ടോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യുക nmap. അപ്പോൾ nmap അങ്ങനെ ചെക്ക് ചെയ്തിട്ട് ആദ്യം ഒരു പാക്കറ്റ് സെൻഡ് ചെയ്യും. ആ പാക്കറ്റിന് റെസ്പോൺസ് ഉണ്ടെങ്കിൽ
ഓക്കെ അത് അലൈവ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് എൻമാപ്പ് അത് നോട്ട് ചെയ്ത് വെക്കും. ഇപ്പോൾ /24 എന്ന് പറഞ്ഞാൽ ഈ 10 റേഞ്ചിലുള്ളടുത്ത് മാത്രം ചെക്ക് ചെയ്യാന്നുള്ള രീതിയിൽ, ബാക്കിയുള്ളതൊക്കെ സെയിം ആയിട്ട് കാരം വരിക. ഇനി ഇവിടെ 32 എന്ന് കൊടുക്കുകയാണെങ്കിൽ അപ്പൊ 10 കൊടുത്തില്ലേ, അത് ഒറ്റ IP കാരം, ഒറ്റ സ്റ്റാറ്റിക് IP ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ 32 എന്നാ കൊടുക്കുക. അപ്പോൾ ഈ IPക്ക് ചേഞ്ച് ഉണ്ടാവില്ല, ആ IP മാത്രമായിരിക്കും അവിടെ വരിക. ഇനിയിപ്പോ ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു ഇത് കാണിച്ചാൽ, ഇപ്പോൾ 24 കൊടുക്കുകയാണെങ്കിൽ 255 IP വരെ അവിടെ വരാം. ഇനി നമ്മൾ ഇവിടെ 16 കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വരാം, 255. രണ്ടാമത്തെ ഒരു പാർട്ട് ഉണ്ടല്ലോ, അവിടെ 255 വരെയുള്ള 254 വരെയുള്ള IPs ലിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ 1, ഇപ്പോൾ 2 ആണെങ്കിൽ പിന്നെ അടുത്ത IP വരുന്നത് 1, 2 വരാം. പിന്നെ ഇനി ആ മറ്റേ സബ്നെറ്റും ചേഞ്ച് ആയിട്ട് വരാം, 2, 1 എന്നുള്ള രീതിയിൽ. അങ്ങനെ 225 ആട്ടോ. ഓക്കെ, 285 മാറിയത്. അത് വരെ വരാം. അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഇനിയിപ്പോൾ 8 കൊടുക്കുകയാണെങ്കിൽ ആ 168 എന്നുള്ള റേഞ്ചിലും നമുക്ക് ഇതേപോലെ IP ചേഞ്ച് ആവും. 192 മാത്രം അവിടെ നിന്നതിന് ശേഷം ചേഞ്ച് ആവും. ഇപ്പോൾ ഈ IPക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഇത് പ്രൈവറ്റ് IP ആണ്. പബ്ലിക് IP എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, പബ്ലിക് IPയും പ്രൈവറ്റ് IPയും ഇതാണ് നമ്മളെ പബ്ലിക് IP. ഒന്നെങ്കിൽ ജിയോ ആണ് യൂസ് ചെയ്യണമെങ്കിൽ ജിയോന്റെ സർവീസ് പ്രൊവൈഡറിൽ നമ്മളെ IPന്റെ പബ്ലിക് IP ആയിട്ട് വരുന്നതാണ് ഇത്. പ്രൈവറ്റ് ആയിട്ടുള്ള IPs ആണ് ഞാൻ ഈ റേഞ്ചിലാണ് വരിക, 192, 168, 0 അല്ലെങ്കിൽ 24, ആ രീതിയിലാണ് പ്രൈവറ്റ് IPs വരിക. ഇനി അതേപോലെ 192 മാത്രമല്ല വരിക, 10 ഇന്റേണൽ IPs ഒക്കെ എങ്ങനെ വരിക, 10 1 അങ്ങനെ ആ റേഞ്ചിലാണ് ഇന്റേണൽ IPs ഒക്കെ വരിക. അപ്പോൾ മെയിൻലി നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മളൊരു നെറ്റ്വർക്കിലുണ്ട്, നമ്മളെ IP എന്താണെന്ന് നോക്കുക, ആ സബ്നെറ്റിൽ 0.0/24 ആദ്യം സ്കാൻ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഇവിടെ കുറെ ഡിവൈസസ് ലിസ്റ്റ് ചെയ്ത് കിട്ടും. ഇവിടെ ഒരു ഡിവൈസസ് ഉണ്ട്. ഇപ്പൊ എന്റെ വൈഫൈയിൽ കുറെ ഡിവൈസസ് കണക്ട് ചെയ്തിട്ടില്ല, അപ്പോൾ ഉള്ള ഡിവൈസസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. ഇതിന്റെ IP 107 ആണ്. അതേമാതിരി 100 എന്നുള്ള ഡിവൈസിൽ ഒരു IP ഉണ്ട്. ഇത് പറഞ്ഞാൽ ഞാൻ വെർച്വൽ ബോക്സിലല്ല VMwareൽ ഒരു മെഷീൻ അപ്പാക്കിയിട്ടിട്ടുണ്ട്. ഒരു മെഷീന്, അതിന്റെ IP എന്ന് പറഞ്ഞാൽ 100 എന്നുള്ള IP അഡ്രസ് ആണ് അതിന് കൊടുത്തിട്ട്, 0.100 എന്നുള്ള IP ആണ്. അതാണ് ഞാൻ അവിടെ ഈ എൻമാപ്പും കാര്യങ്ങൾക്കൊക്കെ ടെസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്നത്, ഈ ഒരു മെഷീനിന് സ്കാൻ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ മെഷീനിൽ എന്തൊക്കെയുണ്ടോ ആ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഈ എൻമാപ്പിന്റെ ബേസിക് ആയിട്ടുള്ള കമാൻഡ് ഇതാണ്. ഇപ്പോൾ നമുക്ക് IP കിട്ടി, ഇപ്പോൾ 0.100 എന്നുള്ള ഒരു IP കിട്ടി. അപ്പൊ നമ്മൾ ജസ്റ്റ് എൻമാപ്പ് ജസ്റ്റ് ആ IP ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക. അപ്പൊ സർവീസസ്, പോർട്സ്, സ്റ്റാറ്റസ്, അല്ലെ പോർട്സ് ഏതാ, പ്രോട്ടോകോള്, TCP ആണോ, UDP ആണോ, അങ്ങനത്തെ കുറെ പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇത്രയും പോർട്സ് അതിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ ഈ എൻമാപ്പ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഇത്ര പോർട്ട് നമ്മൾ ഡിഫാൾട്ട് ആയിട്ട് എൻമാപ്പ് ഫസ്റ്റ് ചെക്ക് ചെയ്യുക, ഫസ്റ്റ് 1000 പോർട്ടാണ്. അപ്പോൾ
ഇപ്പൊ നമുക്ക് ഒരു വീടിന് ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യുക, ഒരു വീടിന് കുറെ ജനവാതിലുണ്ടെങ്കിൽ എൻമാപ്പ് ആദ്യം പോയിട്ട് ഒരു വാതിലോ അല്ലെങ്കിൽ ജനവാതിലോ മുട്ടിയിട്ട് ഇത് തുറക്കുന്നുണ്ടോ നോക്കും. അപ്പോൾ അത് തുറക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, പോർട്ട് ഓപ്പൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇതാക്കും. അല്ലെങ്കിൽ അത് മുട്ടിയിട്ട് തുറക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് അത് ക്ലോസ്ഡ് ആണെന്ന് പറയും. ഇങ്ങനെയാണ് എൻമാപ്പിന്റെ ഒരു വർക്കിംഗ്. ഇത് ജസ്റ്റ് ഒരു സിനാരിയോ പറഞ്ഞതാട്ടോ. കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള സംഭവം എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഓരോ പോർട്ടും ലിസ്റ്റായി. ഇതിപ്പോൾ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഉണ്ട്. പിന്നെ അതേമാതിരി SSH, ടെൽനെറ്റ്, SMTP, ഡൊമൈന്, ഇതാ പോർട്ട് 18 HTTP ഇതാ സർവീസ് ഓടുന്നുണ്ട്. പിന്നെ അതേപോലെ ഇതാ MySQL ഇതാ അവിടെ നിന്ന് ഓടുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ കുറെ സർവീസസ് ഉണ്ട്. നമ്മൾ ഫുള്ള് ഇതിനെ എല്ലാം നമുക്കൊന്നും നോക്കാൻ പറ്റുന്നില്ലെങ്കിലും മെയിൻലി നമ്മൾ ആവശ്യമുള്ളതൊക്കെ നമ്മൾ ഇപ്പൊ കവർ ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് ഇത് സ്കാനിങ് മാത്രമാണ്. ഈ സ്കാനിങ് കഴിഞ്ഞിട്ട് ആണ് ഇനി എക്സ്പ്ലോയിറ്റേഷൻ. ഇപ്പോൾ FTP എന്ന് പറഞ്ഞിട്ടൊരു പോർട്ട് ഉണ്ട്. FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ഇതിന്റെ മെയിൻലി ആയിട്ടുള്ള ഒരു വൾണറബിലിറ്റി ഉണ്ട് ഇതിന്. എന്ന് വെച്ചാൽ ആർക്കും ഈ FTPയിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ജസ്റ്റ് അനോണിമസ് ആയിട്ടുള്ള യൂസേഴ്സിന് ഇപ്പോൾ നമ്മൾ കോൺഫിഗർ ചെയ്തിടുമ്പോൾ ഇപ്പോൾ ഈ ഡിവൈസ് കോൺഫിഗർ ചെയ്തിട്ടപ്പോൾ അനോണിമസ് യൂസറിന് അല്ലെങ്കിൽ ആർക്കും ആണെങ്കിലും അതിൽ ലോഗിൻ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അറിയാതെ മിസ്കോൺഫിഗർ ആയിട്ട് കണ്ടീഷൻ കൊടുത്തതാണ്. എന്ന് വെച്ചാൽ അറിയാതെ ഒരു കണ്ടീഷൻ കൊടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് എൻമാപ്പിൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് സ്കാൻ ചെയ്താൽ അത് കണ്ടെത്താൻ പറ്റും. എന്നിട്ട് നമുക്ക് അവരുടെ FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾക്ക് ആക്സസ് ചെയ്തിട്ട് അവർ എന്തെങ്കിലും ഫയൽസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഗെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നെറ്റ്വർക്ക് PTക്കൊക്കെ വേറൊരു കമ്പനിക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഓൺ സൈറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ പോകുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്യാം. അവിടുത്തെ ഡിവൈസസ് ഒക്കെ ലിസ്റ്റ് ചെയ്യും ആദ്യം. എന്നിട്ട് ഒരു ഡിവൈസസ് കിട്ടിയാൽ ആ ഡിവൈസിനെ ജസ്റ്റ് ഒന്ന് എൻമാപ്പ് ചെയ്ത് നോക്കും ആ പോർട്ട് IP വെച്ചിട്ട്. അപ്പൊ എന്തൊക്കെ സർവീസസ് ഓപ്പൺ ആയിട്ടുണ്ടോ അത്രയും സർവീസസിൽ പിന്നെ ഓരോ സർവീസും ഡിഫറെൻ്റ് ആയിട്ട് സ്കാൻ ചെയ്തിട്ട് നോക്കും. നമുക്കിപ്പോൾ ആദ്യം FTP ഇതാക്കി നോക്കാം. ഫസ്റ്റ് എൻമാപ്പ് എന്നുള്ള ടൂളിൻ്റെത് നമുക്ക് IP ആണ് മെയിൻലി വേണ്ടത്. IP കൊടുത്തു, ഇന്ന മെഷീനാണ് എന്നറിയിക്കാൻ വേണ്ടി IP കൊടുത്തു. -P എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. -P എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചാൽ പോർട്ട് മെൻഷൻ ചെയ്യാനാണ്. നമ്മൾ സ്പെസിഫിക് ആയിട്ടൊരു പോർട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, എന്താണ് നോക്കുന്നത്. ആ 21 എന്നുള്ള പോർട്ടാണ് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാൻ പോകുന്നത്. ജസ്റ്റ് ഇപ്പോൾ ഇത് സർവീസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. 21 എന്ന് അടിച്ചാൽ അത് സ്പെസിഫിക് ആയിട്ട് കിട്ടും. അത് എന്തൊക്കെയാ ആ ഒരു സാധനം മാത്രം FTP പ്രോട്ടോകോൾ മാത്രം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ സ്റ്റേറ്റ് ഓപ്പൺ ആണ്. ഇപ്പൊ നമ്മൾ ഇതിൽ ഇല്ലാത്തൊരു പോർട്ട് നോക്കിയാൽ 443 HTTPSന്റെ പോർട്ടാണ്. ഇത് നമ്മൾ നോക്കിയാൽ ഇതാ ക്ലോസ്ഡ് എന്ന് കാണും. 3 ഓപ്ഷൻസ് ആണ് ഇതിലുള്ളത്. ഒന്നെങ്കിൽ ക്ലോസ്ഡ്, ഓപ്പൺ അല്ലെങ്കിൽ ഫിൽറ്റേർഡ്. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ആയിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്, അല്ല ക്ലോസ്ഡ് ആയിട്ടുണ്ട്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ ആ പോർട്ട് ഓപ്പൺ ആയിട്ട് വിട്ടേക്കാണ്. പിന്നെ ഫിൽറ്റേർഡ് പറഞ്ഞാൽ ചില ടൈമിൽ ചില IPസിന് മാത്രം കയറുന്ന രീതിയിലാണ് ഫിൽറ്റേർഡ്. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ അപ്പോൾ FTP ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ നേരത്തെ അടിച്ച പോലെ FTP. ഇനി നമുക്ക് -S സ്കാനിങ് എന്നുള്ള രീതിക്കാണ്. ഇനി UDP സ്കാൻ ഉണ്ട്. അതേപോലെ ഈ പോർട്ടൊക്കെ മെൻഷൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇപ്പൊ ജസ്റ്റ് അങ്ങനെ തന്നെ ചെയ്താൽ ജസ്റ്റ് IP കൊടുത്താൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പോർട്ടും ലിസ്റ്റ് ചെയ്യും. ഇനി ഇതല്ലാതെ നമുക്ക് സർവീസ് സ്കാൻ ചെയ്യാം അല്ലെങ്കിൽ വെർഷൻ സ്കാൻ ചെയ്യാം. വെർഷൻ ക്യാപിറ്റൽ V എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് വെർഷൻ സ്കാൻ ആണ്. ഏത് വെർഷൻ ആണ് എന്നുള്ളത് ഇതാക്കാനും വേണ്ടിയിട്ടാണ്.
ഇതിനൊപ്പം ഇത് ഭയങ്കര സ്ലോ ആയി കേട്ടോ. Nmapന് ഓൾമോസ്റ്റ് കുറെ ടൈം എടുക്കുന്നതും ഉണ്ട്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് കുറച്ച് ടൈം എടുക്കും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു കമാൻഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെന്തിനാന്ന് വെച്ചാല് ഒരു സെക്കൻഡിൽ ഇത്ര റിക്വസ്റ്റ് പോണെന്നുള്ള രീതിയിൽ ആഡ് ചെയ്യാണ്. ഇപ്പോൾ ഒരു കമ്പനിയിലൊക്കെ പോയാൽ നമ്മള് ഇത്ര റിക്വസ്റ്റ് അയക്കരുത് എന്ന് പോലും പറയും. ചിലപ്പോൾ സ്കോപ്പിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഓൺ സൈറ്റിൽ പോകുമ്പോൾ ഇത്ര റിക്വസ്റ്റ് വെച്ചുകൊണ്ട് അയക്കരുത്, അവർ കമ്പനിക്ക് പ്രൊഡക്ഷൻ ഒക്കെ ആണെങ്കിൽ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഇത്ര റിക്വസ്റ്റ് അയക്കരുത് എന്ന് പറയും. അപ്പോൾ ജസ്റ്റ് നമുക്ക് Nmap ഇട്ടിട്ട് വേണമെങ്കിൽ ഒരു -o എന്ന് കൊടുത്തിട്ട് ഏതെങ്കിലും ടെസ്റ്റ് ഫയലോ ഔട്ട്പുട്ട് .txt എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ ഇപ്പൊ ഈ സ്കാൻ ചെയ്തതിന്റെ ഔട്ട്പുട്ട് നേരെ ഔട്ട്പുട്ട് .txt പോകും. ജസ്റ്റ് ഇതടിക്കാം. ഇത് കുറച്ച് ടൈം എടുക്കും. ഇവിടെ കാണാം സർവീസ് സ്കാൻ ഇതാ. അപ്പോൾ ഇതില് ഡിഫറെന്റ് ആയിട്ട് വന്നത് ഇതാ വെർഷനാണ്. നമ്മൾ SV എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് വെർഷൻ. അപ്പോൾ അതിന്റെ വെർഷൻസും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ FTPന്റെ വെർഷൻ കാര്യങ്ങളും പിന്നെ OpenSSHന്റെ അങ്ങനെ എല്ലാത്തിൻ്റെ വെർഷൻസ് ആണ് ഇപ്പോൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അതേപോലെ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ TCP UDP കാര്യങ്ങളൊക്കെ. അതേപോലെ നമുക്ക് അടുത്തൊരു കമാൻഡ് ആണ്. ഈ താഴത്ത് സ്ക്രീനായിട്ട് നിങ്ങൾക്ക് കാണുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഹലോ, ഇവിടെ താഴത്ത് അയച്ച് കാണുന്നതിന് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ആർക്കും? കുറച്ചൊന്ന് വലുതാക്കൂ. ഓക്കെ, മതിയോ? മതി. അപ്പോ ഞാൻ ജസ്റ്റ് വേറൊരു സ്ക്രീൻ എടുക്കും. അപ്പോൾ അടുത്തെന്ന് വെച്ചാല് TCP സ്കാന്, UDP സ്കാൻ എന്ന് പറഞ്ഞിട്ട് ഡിഫറെന്റ് ടൈപ്പ് സ്കാൻ ഉണ്ട്. അപ്പോൾ ആ സ്കാനാണ് നമുക്ക് ചെയ്യേണ്ടത് എങ്കിൽ ജസ്റ്റ് ഇവിടെ TCP ലിസ്റ്റ് ചെയ്യാൻ, TCPയിലാണോ വർക്ക് ചെയ്യുന്നത്, പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്, UDP പ്രോട്ടോകോൾ ആണോ യൂസ് ചെയ്യുന്നത് എന്നറിയാനും വേണ്ടി അടുത്തത് -S T for TCP. ഈ UDP ആണെങ്കിൽ -S U എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. പക്ഷേ UDPയും TCPയും സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് റൂട്ട് പ്രിവിലേജ് വേണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൺട്രോൾ സുഡോ പെർമിഷൻ കൊടുത്താൽ മതി. ഇതും കുറച്ച് ടൈം. ഇപ്പൊ UDP സ്കാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 37% ആയിട്ടുണ്ട്. കുറച്ച് ടൈം എടുക്കും. അതുവരെ നമുക്ക് വേറെ കാര്യം പറയാം. അതേപോലെ ഇനിയിപ്പോ വേണമെങ്കിൽ UDP TCP എന്നൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ, അത് നമുക്ക് ഇവിടെ തന്നെ മെൻഷൻ ചെയ്യാം കേട്ടോ. -TU എന്നുള്ള S ഒന്ന് മാത്രം ഇട്ടാലും മതി. V for വെർഷൻ സ്കാനിങ്, T for TCP, U for UDP. ഇനി -SS എന്ന് പറഞ്ഞിട്ട് സിങ്ക് സ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. ഈ UDPയും അതേപോലെ TCPയും വെർഷനൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് -SS തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഓൾമോസ്റ്റ് എല്ലാം ലിസ്റ്റ് ചെയ്യും. പിന്നെ ഇനി നമ്മൾ സ്പെസിഫിക് ആയിട്ടൊരു പോർട്ട് മെൻഷൻ ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം.
അപ്പൊ ഓക്കെ, ഇപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ടൊരു പോർട്ട്, ഇപ്പൊ നമ്മൾ ആദ്യം അടിച്ചത് nmap, നമ്മുടെ IP അടിച്ചു 0 100 അടിച്ചു, ജസ്റ്റ് ഇങ്ങനെയല്ല അടിച്ചത്. ഇനി -p എന്ന് പറഞ്ഞ പോർട്ട് മെൻഷൻ ചെയ്യാം, സ്പെസിഫിക് ആയിട്ടുള്ള പോർട്ട്. അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഈ nmap ഇങ്ങനെ അടിച്ചാൽ ആദ്യം ഫസ്റ്റ് 1000 പോർട്സ് ആണ് മെയിൻലി nmap ചെക്ക് ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് 1 to 5500 ഉള്ള പോർട്ടാക്കാം, അല്ലെങ്കിൽ 1 to 1000 എന്നുള്ള രീതിയിലാക്കാം, ഇനി 1000 to അതേപോലെ 2000 എന്നുള്ള രീതിയിൽ, അങ്ങനെ എത്ര റേഞ്ചിൽ വേണമെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ -p എന്നുള്ള ഓപ്ഷൻ മാത്രം യൂസ് ചെയ്താൽ മതി. ഇനിയിപ്പോ അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഇനിയിപ്പോ ഇതിന്റെ വെർഷൻ കാണണം. ഇപ്പൊ ആ മെഷീന്, ഇപ്പൊ ഈ IP ഉള്ള മെഷീന് നമ്മൾ ഏത് OS ആണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാൻ ജസ്റ്റ് -O കേട്ടോ. കാരണം നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞാല് സ്മോൾ o എന്നാണ് ഉദ്ദേശിച്ചത്. ഏതാണെന്ന് അടിച്ചാൽ തന്നെ അതിന്റെ -oക്ക് ഒരു ജസ്റ്റ് ഒരു പേര് കൊടുക്കുക. റൂട്ട് പ്രിവിലേജ് ഇല്ലാത്തതുകൊണ്ടാണ്. ലിനക്സിലാണ് ഇത് റണ്ണിങ് ചെയ്യുന്നത് എന്നുള്ള ജസ്റ്റ് ഒരു കിട്ടും. ലിനക്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള OS ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. ജസ്റ്റ് OS. ഇനിയിപ്പോ നമുക്ക് FTP ഓരോ പോർട്ടും സ്പെസിഫൈ ചെയ്തിട്ട് ജസ്റ്റ് UDP എല്ലാ സ്കാനും ഞാൻ ചെയ്ത് കാണിച്ചിടാം. -p21 എന്നുള്ള പോർട്ട് -s TCP സ്കാന്, -s UDP സ്കാന്. UDP ചെക്ക് ചെയ്തപ്പോ UDP ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. UDP ഇല്ല, TCP പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് ഓപ്പൺ എന്ന് അടിച്ച്. അപ്പോ ഇനി ഇത് ഒന്നുകൂടി ലിസ്റ്റ് ചെയ്യണം. -a എന്നുള്ള പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ. ഇത് യൂസ് ചെയ്യുന്ന അഗ്രസീവ് സ്കാൻ ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും ഈ സർവീസ് nmap എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യുന്നതിനാണ്. ഓൾമോസ്റ്റ് സർവീസ് ഏതാണ്, ഏതൊക്കെ വെർഷന്, കാര്യങ്ങളൊക്കെ ഇത് ലിസ്റ്റ് ചെയ്യും അഗ്രസീവ് സ്കാൻ എന്ന് പറഞ്ഞാല്. നേരത്തെ നമ്മൾ ഇട്ടത് ഇതുവരെ 8% ആയിട്ടുള്ളൂ. അത് ആ പോർട്ട് ഫുള്ളായിട്ട് മെൻഷൻ ചെയ്താണ്ട് അടിക്കുകയാണെങ്കിൽ ടൈം എടുക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എന്താ അപ്പൊ FTP പോർട്ട് ലിസ്റ്റ് ചെയ്തതാണ്. എന്താ പോർട്ട് നമ്പർ -p4 പോർട്ട് 21 എന്ന് പറഞ്ഞ FTPന്റെ പോർട്ട്. ഇത് ഞാൻ പെർ സെക്കൻഡ് റിക്വസ്റ്റിന്റെ എണ്ണം കൂട്ടി, അപ്പൊ സ്പീഡിൽ വന്നു. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ സർവീസ് FTP ആണെന്ന് പറഞ്ഞ് FTPന്റെ വെർഷൻ. അതേപോലെ ഇവിടെ കാണിക്കുന്നുണ്ട് അനോണിമസ് FTP ലോഗിൻ അലൗഡ് എന്നുള്ള ഒരു സംഭവമുണ്ട്. ഇതൊക്കെ എന്യൂമറേഷനിൽ സ്കാനിങ്ങിൽ നമുക്ക് കിട്ടുന്നതാണ്. അനോണിമസ് FTP ലോഗിന് ഈ ഒരു IP അഡ്രസ്സിൽ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൽ പറ്റും. അപ്പൊ നമുക്ക് ജസ്റ്റ് FTPക്ക് കമന്റ് ഉണ്ട്. ഇതൊക്കെ എക്സ്പ്ലോയിറ്റേഷൻ ആ ഫീൽഡിലാണ് വരുന്നത്. ഇതൊക്കെ എടുക്കുന്നത്
അനോണിമസ് എന്ന യൂസർ നെയിമും അതേപോലെ അനോണിമസ് എന്നുള്ള പാസ്വേഡ് ഉണ്ടാക്കിയാൽ അവരെ FTP സെർവറിലെത്തി. FTPന്റെ പ്രോട്ടോകോൾ, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളിൽ നമ്മളെത്തി. അപ്പൊ അവരെ FTPയിൽ വഴി എന്തെങ്കിലും ഫയൽസോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഇപ്പോൾ നിങ്ങൾ ഹാക്ക് ദ ബോക്സ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞില്ലേ, ജസ്റ്റ് പിങ് സ്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിങ് 8.8.8 എന്ന് പറഞ്ഞാൽ ഗൂഗിളിൻ്റെയാണ്. അത് പിങ് ചെയ്ത് നോക്കിയാൽ ഗൂഗിൾക്ക് നമുക്ക് കണക്ഷൻ കിട്ടുന്നുണ്ടോ, നെറ്റ് കണക്ഷൻ കിട്ടുന്നുണ്ടോ എന്നൊക്കെ കാണാൻ പറ്റും. അതേപോലെ നമുക്ക് ഇപ്പം നമ്മുടെ ഈ VMwareൽ ഓടുന്ന മെഷീനിക്കും നമുക്ക് കണക്ഷൻ കിട്ടുന്നുണ്ടോ, ആ മെഷീൻ ഡൗൺ ആയിട്ടുണ്ടോ എന്നൊക്കെ പിങ് സ്കാൻ വഴി യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടെടുക്കാൻ പറ്റും. പിങ് സ്കാനിൽ തന്നെ നമുക്ക് വേറൊരു സംഭവം കൂടി ഉണ്ട്. ജസ്റ്റ് ഇതാ, ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഞാൻ പിങ് ചെയ്തപ്പോൾ അത് ക്ലൗഡ് ഫെയറിലാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ IP നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റി. ഇപ്പൊ നമ്മള് എന്തെങ്കിലും വെബ് ആപ്ലിക്കേഷനോ കാര്യം ഈ IP നിങ്ങൾക്ക് എൻമാപ്പ് ചെയ്ത് നോക്കട്ടോ. അത് വെബ് ആപ്ലിക്കേഷന്റെ IP കിട്ടി. ഇനി ഇതാണെങ്കിൽ നമുക്ക് എൻമാപ്പും കാര്യങ്ങളൊക്കെ ചെയ്താണ്ട് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അങ്ങനെ IP കിട്ടാനും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മള് FTPയിലല്ലേ വന്നിരുന്നു. ഓക്കെ, അപ്പോൾ FTP നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോർട്ട് ഉണ്ട്, SSH 22 SSH സെക്യൂർ ഷെൽ എന്നാണ് മെയിൻലി പറയാ. നമ്മൾ ഒരു വേറൊരു കമ്പ്യൂട്ടർ, റിമോട്ട് ആയിട്ടുള്ള കമ്പ്യൂട്ടർക്ക് നമുക്ക് SSH ആയി ലോഗിൻ ചെയ്യാൻ പറ്റും നമ്മുടെ കമ്പ്യൂട്ടറിന്. അപ്പോൾ അതിന്റെ യൂസർ നെയിം പാസ്വേഡ്, ഒന്നെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് എന്നുള്ള രീതിയിൽ പോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യും ഒരു കീ വെച്ചിട്ടുണ്ടാവും. നമുക്കൊരു പ്രൈവറ്റ് കീയും ഒരു പബ്ലിക് കീ ഉണ്ടാവും. നമ്മളെ പബ്ലിക് കീ ആ മെഷീനിൽ നമ്മൾ SSHന്റെ കീയിൽ ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ജസ്റ്റ് SSH യൂസർ നെയിം അറ്റ് IP അഡ്രസ്, IP അല്ലെങ്കിൽ ഹോസ്റ്റ് നെയിം അടിച്ചാണ്ട് നമുക്ക് ആ മെഷീനിക്ക് ആക്സസ് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ പറ്റും റിമോട്ട്ലി. എന്നിട്ട് നമുക്ക് ആ മെഷീനിൽ എന്ത് കാര്യങ്ങളും എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ആ ഒരു സർവീസാണ് മെയിൻലി SSH എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ SSH ഓപ്പൺ ആണ്. സാധാരണ SSH ഓപ്പൺ ആയാൽ കാര്യമായിട്ടൊന്നും കിട്ടത്തില്ല. ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാൻ പറ്റും. ബ്രൂട്ട് ഫോഴ്സ് പാസ്വേഡ് അറ്റാക്ക് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും ഒരു SSH ഓപ്പൺ ആണെങ്കിൽ. അപ്പോൾ ഈ പോർട്ട് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് 22 എന്നാക്കി. SSHന്റെ പോർട്ട് 22 ആണ്. അപ്പോൾ അത് ലിസ്റ്റ് ചെയ്തു. ഓപ്പൺ SSH വെർഷൻ ഇതാണ്. ഇപ്പൊ ഈ വെർഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് നോക്കാൻ പറ്റും. വൾണറബിലിറ്റീസ് എന്ന് അടിച്ചാൽ ഇതിനിതാ ഒരു CVE വൾണറബിലിറ്റി ഉണ്ട്. CVE എന്ന് പറഞ്ഞാൽ വൾണറബിലിറ്റിയും CVEയും ഡിഫറെന്റ് ആണ്. വൾണറബിലിറ്റി അല്ല, ഒരു ബഗും CVEയും ഡിഫറെന്റ് ആണ്. CVE എന്ന് പറഞ്ഞാൽ ഈ ഓപ്പൺ SSH എന്ന് പറഞ്ഞാൽ എല്ലാ മെഷീനിലും ഉള്ളതാണ്. അപ്പോൾ ആ ഒരു റിസോഴ്സിന്റെ ഫുള്ളായിട്ടുള്ള ബഗ് അല്ലെങ്കിൽ വൾണറബിലിറ്റി ഇൻ മെഷീൻ എന്ന് പറയുമ്പോൾ ആ മെഷീനിലും അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷനിലുള്ള ബഗിന് മാത്രമേ വൾണറബിലിറ്റി എന്ന് പറയുള്ളൂ. ഇപ്പൊ നമ്മൾ അപ്പാഷെ അല്ലെങ്കിൽ എൻജിനെക്സ് ഗൂഗിളിലൊക്കെ ഒരു ബഗ് കണ്ടുപിടിച്ചാൽ, ചില സർവീസിനൊക്കെ ബഗ് കണ്ടുപിടിച്ചാൽ നമുക്ക് CVE ആയിട്ട് കിട്ടും. അപ്പോൾ ഈ CVEന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 2018
ഈ CVE നമ്പർ എന്ന് പറയുന്നത് 2018 5161 CVE ആണ് ഇതെന്നാണ്. അപ്പോൾ ഈ OpenSSH 4.71 എന്നുള്ള വേർഷന് ഔട്ട്ഡേറ്റഡ് ആണ്. ഈ കണ്ടമാനം വൾണറബിലിറ്റീസ് ഉണ്ട് നമുക്ക് അവരുടെ റിമോട്ട് സിസ്റ്റത്തേക്ക് ആ വൾണറബിലിറ്റീസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അത് അടുത്ത ക്ലാസ്സിൽ അതിനൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരും. ഇപ്പോൾ ഈ SSHന് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ഇപ്പോൾ ഒരു VAPT ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ SSH ഔട്ട്ഡേറ്റഡ് വെർഷൻ ആണെങ്കിൽ അതൊക്കെ നമ്മൾ ഒരു PDF ആക്കിയിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ബഗ് ആയിട്ട് കൊടുക്കും, വൾണറബിലിറ്റി ആയിട്ട് കൊടുക്കും. ഔട്ട്ഡേറ്റഡ് വെർഷന് യൂസ് ചെയ്യാൻ പാടില്ല, അവർക്ക് റെക്കമെൻഡേഷനും കാര്യങ്ങളും കൊടുക്കും, പുതിയ വെർഷൻക്ക് മാറ്റുക. ഇപ്പോൾ നമ്മളൊരു കമ്പനിയിലൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ മെയിൻലി ഇപ്പോൾ വെബ് ആണെങ്കിലും നമ്മൾ മാനുവലി ടെസ്റ്റ് ചെയ്യും, അതേപോലെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടും ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു റിപ്പോർട്ട് റെഡിയാക്കും. അപ്പോൾ ഇന്നൊരു വെർഷൻ ബഗ്ഗാണ്, അല്ലെങ്കിൽ ഇന്നൊരു വൾണറബിലിറ്റി ഉണ്ട്, കാര്യങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് റെഡിയാക്കിയിട്ട് അതിന്റെ മിറ്റിഗേഷൻസ് അല്ലെങ്കിൽ റിസ്ക്കും കൊടുക്കും, മിറ്റിഗേഷൻസും കൊടുക്കും. റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ സംഭവം ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ അല്ലെങ്കിൽ ഈ വെർഷന് വൾണറബിലിറ്റി ഉണ്ട്, ഇത് വെച്ചിട്ട് വേറുള്ളവർക്ക് കാര്യങ്ങൾക്ക് റിവേഴ്സല് അല്ലെങ്കിൽ നിങ്ങളെ സിസ്റ്റത്തേക്ക് ആക്സസ് ചെയ്യാം, വെബ് ആപ്ലിക്കേഷൻ വെബ് ആപ്ലിക്കേഷന്റെ ഡാറ്റാബേസിക്ക് ആക്സസ് കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റിസ്ക് ചെയ്തു. ഇനി ഇത് തടയാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളുമാണ് മെയിൻലി ഒരു റിപ്പോർട്ടിൽ കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് റിപ്പോർട്ടിൽ എഴുതാൻ പറ്റും. ഇന്നൊരു വൾണറബിലിറ്റി ഉണ്ട്, ഇതിനൊക്കെ എക്സ്പ്ലോയിറ്റും ഉണ്ടാവും കേട്ടോ. ഈ വെർഷനൊക്കെ എക്സ്പ്ലോയിറ്റ് DBയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം എല്ലാം എന്താ യൂസർ കോഡ് എക്സിക്യൂഷൻ ഉണ്ട്. മെറ്റാസ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. അതിൽ ഇതിന്റെ ഒക്കെ ഒരു കോഡ് ഉണ്ടാവും, നമുക്ക് ഈസി ആയിട്ട് SSHക്ക് കയറാൻ പറ്റും. ഇപ്പൊ SSHന്റെ പാസ്വേഡ് അറ്റാക്കും ചെയ്യാൻ പറ്റും, ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോ ഇതെന്താന്ന് വെച്ചാല് പാസ്വേഡ് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് എങ്ങനെ, ഇതിപ്പോ ഒരു പാസ്വേഡ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ SSH കയറാൻ പറ്റുക. അപ്പോൾ നമുക്ക് എന്താ വെച്ചാല് ഈ പാസ്വേഡ് യൂസർ നെയിമും പാസ്വേഡും നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാൻ പറ്റും. IP ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞ പോലെ SSH യൂസർ നെയിം അറ്റ് IP അഡ്രസ് അല്ലേ, IP ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി യൂസർ നെയിമും പാസ്വേഡാണ് കിട്ടിയത്. നമുക്കിത് ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാൻ പറ്റും. ബ്രൂട്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പാസ്വേഡ് ഉണ്ട്, അപ്പോൾ സെറ്റ് ഓഫ് പാസ്വേഡ് അല്ല, ഒരു യൂസർ നെയിം, ഒരു സെറ്റ് ഓഫ് പാസ്വേഡ്സ് ഉണ്ട്. അപ്പോൾ ഒരു യൂസർ നെയിം എടുത്തിട്ട് നമ്മളെടുത്തുള്ള പാസ്വേഡ് ഫുള്ള് വെച്ച് നോക്കും, ഈ യൂസർ നെയിം ഈ പാസ്വേഡും കറക്റ്റ് ആണോ നോക്കും, അല്ലെങ്കിൽ അടുത്ത പാസ്വേഡ് എടുക്കും. അങ്ങനെ എത്ര പാസ്വേഡ് ഉണ്ടോ അതൊക്കെ ഫസ്റ്റത്തെ യൂസർ നെയിമിൽ നമ്മൾ ചെക്ക് ചെയ്തു. അപ്പൊ നമ്മൾ പാസ്വേഡിന്റെ എണ്ണം കഴിഞ്ഞാൽ അടുത്ത യൂസർ നെയിം എടുക്കും. അടുത്ത യൂസർ നെയിം എടുത്തിട്ട് ഈ പാസ്വേഡിന്റെ ലിസ്റ്റ് ഫസ്റ്റ് ഇങ്ങനെ നോക്കും, ചെക്ക് ചെയ്ത് നോക്കും, എന്നിട്ട് കിട്ടുമെന്ന് നോക്കും. ഇപ്പോ ഇത് ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. അങ്ങനത്തെ ടൂൾ ഉണ്ട്, നമ്മൾ മാനുവലി ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് നമുക്ക് ഫേമസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂളാണ് ഹൈഡ്ര എന്ന് പറഞ്ഞിട്ട്. ഇതും മെയിൻലി അടുത്ത സെഷനിൽ എക്സ്പ്ലോയിറ്റേഷനിൽ അല്ലെങ്കിൽ വൾണറബിലിറ്റി അനാലിസിസിൽ ഇത് കറക്റ്റ് ആയിട്ട് ഫുള്ളായിട്ട് ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മെയിൻലി കാര്യങ്ങൾ പറഞ്ഞുതരും. ഇത് എന്താണെന്ന് വെച്ചാൽ ഹൈഡ്ര ഒരു ടൂളിന്റെ നെയിം, -L ക്യാപിറ്റൽ L എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റ് ഓഫ് പാസ്വേഡ് ആണ്. ഇതിന്റെ ഫോൾഡറിൽ ഡൗൺലോഡ്സ് പാസ്വേഡിൽ rocky.txt കുറെ rocky.txt അറിയില്ല, ഒരു 2 ലക്ഷവും കുറച്ച് അധികം പാസ്വേഡ് ഉള്ള ഒരു ലിസ്റ്റ് ആണ്. ഡംബ് ആയിട്ടുള്ള പാസ്വേഡ് കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പാസ്വേഡ് ഉള്ള ഒരു ലിസ്റ്റ് ആണത്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ബ്രൂട്ട് ഫോഴ്സിന്. -L എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഓഫ് പാസ്വേഡ്. ഇപ്പോൾ സ്മോൾ ലെറ്റർ L എന്ന് കൊടുത്താൽ നമുക്ക് യൂസർ നെയിം അറിയെങ്കിൽ, റൂട്ടാണ് യൂസർ നെയിം ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇതിന്റെ ആവശ്യമില്ല, ഈ ഒരു പാത്തിന്റെ ഒരു ആവശ്യമില്ല, ആ രീതിയിൽ കൊടുക്കാൻ പറ്റും. പിന്നെ -P എന്ന് പറഞ്ഞാൽ ഇതേപോലെ ക്യാപിറ്റൽ P ആണെങ്കിൽ പാസ്വേഡിന്റെ ലിസ്റ്റ്, അങ്ങനെ നമുക്ക് യൂസ് ചെയ്യണം. ഇനി
നേരത്തെ പറഞ്ഞില്ലേ FTP അനോണിമസ് ലോഗിൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റിയത്. FTP ഇതേമാതിരി നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാൻ പറ്റും. ഈ സ്ഥാനത്ത് നമ്മൾ FTP ആക്കിയാൽ മതി. അപ്പോ അങ്ങനെ ഗൂഗിളിൽ അടിച്ചാൽ തന്നെ ബ്രൂട്ട് ഫോഴ്സസ് ഹൈഡ്ര എന്ന് പറഞ്ഞിട്ട് FTP ബ്രൂട്ട് ഫോഴ്സ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ഇവർ തന്നെ പറയും. ഹൈഡ്ര ഇൻസ്റ്റാൾ ചെയ്യുന്ന നമുക്ക് എന്തുവാണെങ്കിലും ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാൻ പറ്റും. ഇത് വെബ് ആപ്ലിക്കേഷനിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിന് വേറെയും കുറെ ടൂൾസ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ SSHും കാര്യങ്ങൾക്ക് മെയിൻലി ഹൈഡ്രയാണ് യൂസ് ചെയ്യല്. ഈ പാസ്വേഡ് അറ്റാക്സിനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ജോൺ ദ റിപ്പർ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യല്. ഇതൊക്കെ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരും കേട്ടോ. ഇതിപ്പോ നമ്മൾ സ്കാനിങ് ആയതുകൊണ്ട് മെയിൻലി ഈ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്നാലും ജസ്റ്റ് ഒരു ഇതിൽ പറഞ്ഞു. SSH എന്നുള്ള രീതിയിൽ നമ്മുടെ IP കൊടുത്തു. -T ത്രെഡ്സ് എന്നാണ് പറയുന്നത്. ഇതിന്റെ ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിലിട്ടതാണ്. അപ്പോ ഹൈഡ്ര ചെയ്താൽ ഇതാ നോക്കും ഒരു ഇത്രയും ട്രൈസ് ആണ് പെർ ടാസ്കിൽ ചെയ്യുന്നത്. അതേമാതിരി ഇനിയിപ്പോ പാസ്വേഡ് കണ്ടെത്തിയാൽ ഇവിടെ പാസ്വേഡ് കാണിക്കും. ഇതിന്റെ ഡിഫോൾട്ട് പാസ്വേഡ് എന്തായിരിക്കും? പാസ്വേഡ് ഉണ്ടെങ്കിൽ ആ പാസ്വേഡ് ഇവിടെ കാണിക്കും. കാണിച്ചാല് ഓരോ പാസ്വേഡ് എങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ഇതിൽ കാണിക്കും. പാസ്വേഡ് കിട്ടിയാൽ അതൊരു ഹൈലൈറ്റ് ആയിട്ട് ഇതിൽ തന്നെ കാണിക്കും. ഞാൻ ഒന്നുകൂടി എന്താക്കിയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതേപോലെ എല്ലാ സർവീസസും നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ വൾണറബിലിറ്റീസോ കാര്യങ്ങളോ ഉണ്ടെന്ന്. നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നതാണ് HTTP. HTTP എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ Nmap ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് UDPന്റെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ അഗ്രസീവ് സ്കാൻ ഇടുകയാണെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് അഗ്രസീവ് സ്കാൻ ഇട്ടാൽ ഓൾമോസ്റ്റ് എല്ലാം ഇതാക്കും. ഇപ്പോൾ നമ്മൾ 80 അടിച്ചു. നമുക്ക് 80 എന്തൊക്കെ സർവീസ് ഓടുന്നത് കാര്യങ്ങൾ. 80 പോർട്ട് ഓപ്പൺ എന്ന് തന്നെ പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ക്രോം എടുത്തിട്ട് നമ്മുടെ IP ജസ്റ്റ് 80 അടിച്ചാൽ തന്നെ 80 ഒരു സർവീസ് ഓടുന്നുണ്ട് എന്നാണ് അർത്ഥം. അവിടെ എന്ത് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിലും അത് അങ്ങനെ ഒരു സർവീസ് ഓപ്പൺ ആയിട്ട് 80 ഓപ്പൺ ആണെങ്കിൽ HTTP ഇതാ അങ്ങനെ ഒരു സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാ അവിടെ കുറെ സംഭവങ്ങളുണ്ട്. readme.txt ആ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ വെബ് ആപ്ലിക്കേഷൻ പെനിട്രേഷൻ ടെസ്റ്റിംഗ് ഉള്ള സെക്ഷനിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയും. പിന്നെ അങ്ങനെ സംഭവങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ അതേമാതിരി ഏത് അപ്പാഷന്റെ ഏത് സംഭവമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ അപ്പാഷെ 2.28 കുറെ വൾണറബിലിറ്റീസ് ഉണ്ട്. ഇതിന്റെ മെറ്റാസ്പ്ലോയിറ്റബിൾ 2 ആണ് ഈ മെഷീന്റെ പേര്. ലിനക്സ് ആണ് ഓടുന്നത്. പിന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതിൽ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് മെയിൻലി Nmapന്റെ യൂസ്. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഔട്ട്പുട്ട് ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കും. നമ്മൾ പിന്നെയും Nmap എടുക്കുന്നതിന് പകരം എന്തെങ്കിലും ഒരു പേരിൽ നമ്മൾ ഔട്ട്പുട്ട് സേവ് ചെയ്ത് വെക്കും. ലിനക്സ് കമാൻഡ്സ് ഒക്കെ അറിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും? ഹലോ.
അത് ജസ്റ്റ് കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മതി. ഇങ്ങനെ ജസ്റ്റ് കുറെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ലിനക്സ് കമാൻഡ് പഠിക്കാനും ഇതിനൊക്കെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കമാൻഡ്സ് മാത്രം പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ എന്തുണ്ടെങ്കിലും ഗൂഗിളിലോ കാര്യങ്ങളിലൊക്കെ നോക്കിയാൽ മതി. എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരും GPT കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ ആദ്യം ഒന്ന് ഫിക്സ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ കോഡിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ GPT യൂസ് ചെയ്തിട്ട് കോഡ് എടുക്കുക, ജസ്റ്റ് ഇവിടെ എടുക്കുക. എന്നിട്ട് നിങ്ങൾക്കൊന്നും കോഡിൽ അറിയില്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യരുത്. ആദ്യം കോഡിങ് പഠിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് GPT യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല, GPT ഇങ്ങനെ തരുന്ന കോഡ് ഇതാക്കാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം കോഡിംഗ് ഒക്കെ പഠിച്ചിട്ട് ഒരു ടൂളോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് GPTനോട് ചോദിക്കാം, ഒരു ഫംഗ്ഷൻ എഴുതി തരാൻ പറഞ്ഞാൽ ആ ഫംഗ്ഷൻ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് കോഡിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല, കോഡിങ് പഠിക്കാനും വേണ്ടി GPTനോട് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണെങ്കിലും അത് കുറച്ച് ഡിഫിക്കൽട്ടും ആയിരിക്കും. പിന്നെ നമുക്ക് കാര്യങ്ങളൊന്നും പഠിക്കൂല, മനസ്സിലാക്കൂല. ജസ്റ്റ് മാനുവലി നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, ജസ്റ്റ് റിസർച്ച് ചെയ്യുക, മീഡിയം റൈറ്റപ്സ്, ഹാക്കിംഗ് ആർട്ടിക്കിൾസിന്റെ കുറെ റൈറ്റപ്സും കാര്യങ്ങളൊക്കെ കിട്ടും, അതൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഈ ടൂൾസ് എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ടൂൾസ് ഇപ്പൊ ഔട്ട്പുട്ട് സേവ് ആയിട്ടുണ്ടാവും കേട്ടോ. hello.txt നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് കാറ്റ് ചെയ്താൽ മതി. കാറ്റ് യൂസ് ചെയ്യുന്നത് റീഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ലിനക്സിൽ കാറ്റ് എന്ന് പറഞ്ഞാൽ. കാറ്റ് യൂസ് ചെയ്തിട്ട് അത് റീഡ് ചെയ്താൽ മതി. ആ ഫയല് റീഡ് ചെയ്താൽ നമുക്ക് ഇതാ കിട്ടും, ആ സംഭവങ്ങൾ കിട്ടും. നമ്മൾ പിന്നെയും എൻമാപ്പിന് കുറെ ടൈം എടുക്കും. അപ്പൊ പിന്നെ എൻമാപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ മെയിൻലി എൻമാപ്പിൽ ഇത്രേ കാര്യങ്ങളേ ഉള്ളൂ. ഇനിയിപ്പോ ഇതേപോലത്തെ കുറെ ടൂൾസ് ഉണ്ട്. അപ്പോ ഒരു ഇങ്ങനത്തെ ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റുന്ന അതിന് ഒരു കമാൻഡ്സും കാര്യങ്ങളൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാനിത് ഡാനിക്ക് അയച്ചു കൊടുക്കാം, നിങ്ങളതൊന്ന് ജസ്റ്റ് നോക്കിയോണ്ട്. നിങ്ങൾക്ക് വെബ് ആപ്ലിക്കേഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. മെറ്റാസ്പ്ലോയിറ്റ് യൂസ് ചെയ്യേണ്ടി വരും. അതേപോലെ റിവേഴ്സൽ പാലോഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഇതൊരു ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നു. നിറ്റോ വെച്ചിട്ട് നിറ്റോ ന്യൂക്ലിയും കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ പോകുന്നുള്ളൂ. നമുക്ക് PPT പോകാം. ഇനി എന്യൂമറേഷൻ ആണ്. വാട്ട് ഈസ് എന്യൂമറേഷൻ? ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യത്തിൽ തന്നെ മെയിൻലി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്യൂമറേഷൻ ഈസ് ദ പ്രോസസ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇപ്പോൾ നമ്മൾ ഒരു പോർട്ട് സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ സിസ്റ്റത്തിനെ ടാർഗറ്റ് ചെയ്തിട്ട് അതിന്റെ വെർഷൻസും യൂസർ നെയിം അല്ലെങ്കിൽ ഷെയർഡ് ഫോൾഡേഴ്സ് പറഞ്ഞാൽ SMB അങ്ങനത്തെ സർവീസും അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിനാണ് മെയിൻലി എന്യൂമറേഷൻ എന്ന് പറയാം. യൂസർ നെയിം എന്യൂമറേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മള് വെബ് ആപ്ലിക്കേഷനിൽ ഒരു ബഗ്ഗൊക്കെ ആയിട്ട് വൾനറബിലിറ്റി ആണ് യൂസർ നെയിം എന്യൂമറേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ലോഗിൻ പേജ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു യൂസർ നെയിം അടിക്കും, എന്നിട്ട് റോങ് പാസ്വേഡ് കൊടുക്കും. അപ്പോൾ കാണിക്കും യുവർ പാസ്വേഡ് ഈസ് റോങ് എന്ന് കാണിക്കാം. അതേമാതിരി കറക്റ്റ് ആയിട്ട് രണ്ട് യൂസർ നെയിമും പാസ്വേഡും അല്ലെങ്കിൽ യൂസർ നെയിം റോങ് ആയിട്ട് പാസ്വേഡ് കറക്റ്റ് ആയിട്ട് കൊടുത്താൽ യൂസർ നെയിം ഇസ് റോങ് എന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു യൂസർ അവിടെ ഉണ്ട്. അപ്പോൾ യൂസർ നെയിം എന്യൂമറേഷൻ ആയിട്ടുള്ള ബഗ്ഗായിട്ടൊക്കെ കൊടുക്കാം അതിട്ടോ. ടൈപ്പ് ഓഫ് എന്യൂമറേഷൻ ഉണ്ട്, നെറ്റ്വർക്ക് എന്യൂമറേഷൻ ഉണ്ട്. ഇത് നമ്മളിപ്പോ IPസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചില്ലേ, അത് നമ്മളെ നെറ്റ്വർക്കിലുള്ള ബാക്കിയുള്ള സിസ്റ്റത്തിന്റെ IPസും അതേപോലെ എന്തൊക്കെ റിസോഴ്സാണ് യൂസ് ചെയ്യുന്നത് അതൊക്കെയാണ് മെയിൻലി നെറ്റ്വർക്ക് എന്യൂമറേഷനിൽ വരുന്നത്. പിന്നെ യൂസർ എന്യൂമറേഷൻ നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് ചെയ്തിട്ട് നോക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആണെങ്കിൽ ഒരു ലോഗിൻ പേജിൽ നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് ലോഗിൻ പേജിൽ നമുക്ക് ഹൈഡർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ മെയിൻലി വെബ് ആപ്ലിക്കേഷൻസിനും കാര്യങ്ങൾക്കൊക്കെ വെബ് സ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള
വെബ്സ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു പ്രോക്സിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെയിൻലി പോഡ്സിഗർ ഇതാക്കിയിട്ട് വെബ്സ്യൂട്ട് എന്നുള്ള ഒരു സംഭവമാണ് യൂസ് ചെയ്യല്. അതിൽ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്, അത് വെബ് ആപ്ലിക്കേഷനിലേക്ക് പഠിക്കാം. അപ്പോൾ അതിന് ബ്രൂട്ട് ഫോഴ്സ് ചെയ്താണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും സിംപിളി ആയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് യൂസർ നെയിം ലിസ്റ്റ് ഒക്കെ കിട്ടണമെങ്കിൽ സെക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കോമൺ ആയിട്ടുള്ള യൂസർ നെയിം, അല്ലെങ്കിൽ MySQL എന്നുള്ള സർവീസിനായിട്ടുള്ള യൂസർ നെയിം, പാസ്വേഡ്സ്, അതേപോലെ ക്രാക്കഡ് ആയിട്ടുള്ള പാസ്വേഡ്സ്, ഡിഫാൾട്ട് ആയിട്ടുള്ള പാസ്വേഡ്സ്, കോമൺ ആയിട്ടുള്ള ക്രെഡൻഷ്യൽസ്, കാര്യങ്ങളൊക്കെ കിട്ടും. ഇതാ 10K മോസ്റ്റ് കോമൺ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് കുറെ യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ ഇത് കോമ്പിനേഷൻസ് ഒക്കെ കാര്യം 111 അങ്ങനെയുള്ള കോമ്പിനേഷൻസും, പിന്നെ സിമ്പിളായിട്ട് ചിലപ്പോൾ മെസ്സി എന്നുള്ള പേര്, റൊണാൾഡോ എന്നുള്ള ഫുട്ബോൾ ഫാൻസിന്റെ പേര്, കാര്യങ്ങളൊക്കെ ഇടുന്ന കുറെ പാസ്വേഡ്സ് ഉണ്ടല്ലോ. പലരും ഫോൺ നമ്പർ പാസ്വേഡ് ആക്കി വെക്കുന്നതാണ്. ഇതൊക്കെ ഇതിൽ കിട്ടും. ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ഡംപ് ചെയ്തെടുക്കുന്നതും വലിയൊരു കോമ്പിനേഷൻ ഒക്കെ വെച്ചിട്ട് ഇതാക്കുന്നുണ്ടാവും. അപ്പോൾ എന്റെ പേരിന് അടിച്ചാല് ചിലപ്പോൾ പാസ്വേഡ് കിട്ടണ്ടേ. അപ്പൊ ഞാൻ കാണിച്ചു തന്നില്ലേ, ഗ്രബ് യൂസ് ചെയ്യുന്നത് ഒരു ഫയലിൽ നിന്ന് ഇന്നൊരു കണ്ടന്റ് ആ ഫയലിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ. ഞാന് അഡ്മിൻ എന്നുള്ളൊരു പാസ്വേഡ് ആണെങ്കിൽ നമുക്ക് അഡ്മിന് വെച്ചിട്ട് ഇത്ര പാസ്വേഡ് ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള rocky.txt ഉള്ളതാണ്. അഡ്മിന് വെച്ചിട്ട് ഇത്രത്തോളം പാസ്വേഡ് അതിലുണ്ട്, അഡ്മിന് വെച്ച് യൂസ് ചെയ്തിട്ട്. കുറെ പാസ്വേഡ് ഉള്ള കുറെ ലിസ്റ്റുകളുണ്ട്. ഇത്ര ഒരു കോടിക്കണക്കിന് പാസ്വേഡ് ഉള്ള ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ടൊക്കെ നമുക്ക് ബ്രൂട്ട് ഫോഴ്സും എന്യൂമറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞ സർവീസ് എന്യൂമറേഷൻ ആണ്. നമ്മളെ പോർട്ട് 18 അപ്പാച്ചെയാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ സർവീസസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചല്ലോ. അതാണ് മെയിൻലി വരുന്നത്. ഒരു സർവീസ് റൺ ഉണ്ടെങ്കിൽ അതിന് ഏതൊക്കെയാണ് സർവീസ്, അതിന്റെ വെർഷൻസും കാര്യങ്ങളൊക്കെയാണ് സർവീസ് എന്യൂമറേഷനിൽ മെയിൻലി വരുന്നത്. പിന്നെ SMB എന്യൂമറേഷൻ. SMB എന്ന് പറഞ്ഞാൽ വിൻഡോസിൽ മെയിൻലി സർവർ മെസ്സേജ് ബ്ലോക്ക് എന്ന് പറയും പ്രോട്ടോകോള്. SMB ക്ലയന്റ് അല്ലെങ്കിൽ പ്രിന്റർ, ഇനി ചിലപ്പോൾ കുറച്ച് ഫയൽസ് ഒക്കെ ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ഫോൾഡർ നമ്മൾ SMB വഴി അപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് ആ SMBയിലേക്ക് കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് അത് ആക്സസ് ചെയ്യാനുള്ളതേ ഉള്ളൂ. SMBന്റെ കമാൻഡ്സ് ഇവിടെ ഉണ്ടാവും. SMB എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന കമാൻഡ്സും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം യൂസ് ചെയ്യേണ്ട. നേരത്തെ ഞാൻ ഹൈഡ്ര യൂസ് ചെയ്തിട്ടില്ലേ, ഹൈഡ്ര യൂസ് ചെയ്യേണ്ട കമാൻഡ്സും കാര്യങ്ങളും ഇതിലെല്ലാം ഉണ്ട്. അപ്പോൾ ആ SMBന്ന് നമുക്ക് യൂസർ എന്യൂമറേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ അവരെന്തെങ്കിലും ഫയൽസ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് ചെയ്തിട്ട് ആ യൂസർ നെയിമും പാസ്വേഡും കൊണ്ട് നമുക്ക് അതിൽ കയറിയിട്ട് അവരെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. SMB ഒന്നും അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ പാസ്വേഡും കാര്യങ്ങളൊന്നും ഇല്ലാതെ ജസ്റ്റ് ഓപ്പൺ പോർട്ടൊക്കെ ഇട്ടാൽ നമുക്ക് വൾനറബിലിറ്റി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ കൊടുക്കാനും പറ്റും. ലാസ്റ്റ് പോപ്പുലർ സ്കാനിങ് ആൻഡ് എന്യൂമറേഷൻ ടൂൾസ് ആണ്. Nmap യൂസ് ചെയ്യാം, നമ്മൾ യൂസ് ചെയ്ത പോലെ. പിന്നെ നിറ്റോ ഉണ്ട്, നിറ്റോ ഞാൻ കാണിച്ചു തരാം. അതേപോലെ ന്യൂക്ലിയൈ, ഓപ്പൺ വാസ് ഒക്കെ കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ടൂൾസ് ആണ്. നമ്മൾ ഇപ്പോൾ ഞാൻ Nmap ചെയ്തില്ലേ, അതേപോലെ നമ്മൾ ആ IP അഡ്രസ്സ് ജസ്റ്റ് അവിടെ ഒന്ന് ഇട്ട് കൊടുത്താൽ
അതിൽ എന്തൊക്കെ വൾണറബിലിറ്റീസ് ഉണ്ടോ അതൊക്കെ ലിസ്റ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് ആക്കി തരും. റിപ്പോർട്ടും അടക്കം അവർ ചെയ്തു തരുന്ന പോലത്തെ ഒരു ടൂളാണ് നെസസ്. SMB ക്ലയന്റ്, SMB അറ്റാക്ക് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് SMB ക്ലയന്റ്. ഷെയർഡ് ഫോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടാനും വേണ്ടിയിട്ട് ഹൈഡ്ര പാസ്വേഡ് ടൂൾസ് ആണ്. ഇതിൽ ന്യൂക്ലിയയും നിക്റ്റോയും കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം. ബാക്കി നിങ്ങൾ ഒന്ന് റിസർച്ച് ചെയ്തിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ മാക്സിമം ശ്രമിക്കുക. എവിടുന്ന് ഇപ്പൊ കുറെ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മീഡിയത്തിലാണെങ്കിലും റൈറ്റപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കുക. അപ്പോൾ ഒന്നുകൂടി ഐഡിയ കിട്ടും. ഇതൊരു ഇൻട്രൊഡക്ഷൻ അല്ലേ. അപ്പോൾ ഓൾമോസ്റ്റ് കാര്യങ്ങൾ ന്യൂക്ലിയർ യൂസ് ചെയ്യുകയാണെങ്കിൽ ന്യൂക്ലിയർ നമുക്ക് സുഡോ apt ഇൻസ്റ്റാൾ ന്യൂക്ലിയർ എന്ന് കാലിനെക്സിൽ അടിച്ചാൽ കിട്ടും. ഓൾറെഡി ഉബണ്ടുവിലാണെങ്കിൽ അതിന്റെ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇങ്ങനെ അടിച്ചാൽ കിട്ടുക. കാലിനെക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റീബിൽഡ് ആയിട്ടുള്ള തൗസൻഡ്സ് ഓഫ് ടൂൾസ് അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ പാക്കേജ് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ആ പാക്കേജ് ജസ്റ്റ് ന്യൂക്ലിയർ എന്ന് വിളിച്ചാൽ തന്നെ ഡു യു വാണ്ട് ടു ഇൻസ്റ്റാൾ എന്ന് ചോദിക്കും. കാലിനെക്സിലാണെങ്കിൽ ഞാൻ മെയിൻലി കാലിനെക്സ് യൂസ് ചെയ്യലില്ല. അപ്പോൾ ഫുള്ള് ഉബണ്ടുവിലായതുകൊണ്ട് ലിനക്സിലായതുകൊണ്ട് ജസ്റ്റ് ഉബണ്ടു ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ന്യൂക്ലിയർ എന്നുള്ള ജസ്റ്റ് -u IP അഡ്രസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ -u എന്ന് കൊടുക്കുക. ന്യൂക്ലിയർക്ക് -u എന്ന് മാത്രമല്ല കേട്ടോ, കുറെ നമ്മൾ nmap -p എന്ന് കൊടുത്ത മാതിരി അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്കൊരു കാണിച്ചു തരുന്നെങ്കിൽ ഇത് ന്യൂക്ലിയറിന്റെ വെർഷൻ ആട്ടോ. ഔട്ട്ഡേറ്റഡ് വെർഷൻ ആണ്. അപ്പോ ഈ ഒരു ഇതിന്റെ 80 പോർട്ടിൽ ഒരു ഹൈ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിവിയറിറ്റി ഉള്ള ഒരു വൾണറബിലിറ്റി ഉണ്ട്. HTTP 80 പോർട്ട് അതിന്റെ CVE അടക്കം ഇത് വൾണറബിലിറ്റി സ്കാനിങ് ടൂളാണ്. ഇതില് ഇപ്പോ ബഗ്സ് ആയിട്ടുള്ള വൾണറബിലിറ്റീസ് ഉണ്ടാവും. കുറെ പേര് കണ്ടുപിടിച്ച വൾണറബിലിറ്റീസ് ഒക്കെ ഉണ്ടാവും. ഇത്രയും ഇപ്പോൾ ഒരു ദിവസം അത്യാവശ്യം കുറെ വൾണറബിലിറ്റീസ് ഓരോരുത്തരും കണ്ടുപിടിക്കുന്നുണ്ട്. ആ ഒരു വൾണറബിലിറ്റീസ് ഇതിന്റെ ഡാറ്റാബേസിൽ ഉണ്ടാവും. ആ വൾണറബിലിറ്റീസ് മാത്രമേ ഇവർ ചെക്ക് ചെയ്യുള്ളൂ. നമ്മൾ 0 ഡേ വൾണറബിലിറ്റി എന്നൊക്കെ പറയും, ആരും കണ്ടുപിടിക്കാത്ത, അതിന് പാച്ചും കാര്യങ്ങളൊക്കെ അറിഞ്ഞാത്ത വൾണറബിലിറ്റീസ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ മാനുവലി നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഈ ടൂൾസിന് അത് കിട്ടൂല. പിന്നെ ഈ ടൂൾസിൽ തന്നെ ഫാൾസ് പോസിറ്റീവ് വരാം. ഇല്ലാത്ത ചിലപ്പോൾ ബഗ്ഗൊക്കെ വേണമെങ്കിൽ നമുക്ക് ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ടൂളൊക്കെ റൺ ആയിപ്പിച്ചതിന് ശേഷം അത് മാനുവലി ചെക്ക് ചെയ്യണം. ഇങ്ങനത്തെ ഒരു ബഗ് അവിടെ ഉണ്ടോ, കാര്യങ്ങളുണ്ടോ, ഈ CVയിൽ പറയുന്ന പോലെ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ മാനുവലി ചെക്ക് ചെയ്യണം. ഇതിന്റെ ഡാറ്റാബേസിൽ എത്ര വൾണറബിലിറ്റീസ് ഉണ്ടോ അതിനനുസരിച്ച് മാത്രമേ ഇത് എന്യൂമറേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് CVE ക്രിട്ടിക്കൽ ആയിട്ടുള്ള URL പോലും കൊടുത്തിട്ടുണ്ട്. ഇതൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള വൾണറബിലിറ്റി ആണ്. ഇതിനൊരു CVE ഉണ്ട്. ഇത് യൂസ് ചെയ്യുന്ന HTTP ഈ CVE ഇതിലുണ്ട്. ഈ CVE എടുത്ത് നോക്കിയാൽ മതി. ജസ്റ്റ് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇവിടെ എന്തൊക്കെ ഉള്ളത്, റിമോട്ട് കോഡ് എക്സിക്യൂഷൻ ആണെങ്കിലും അതിന്റെ എക്സ്പ്ലോയിറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി അതേപോലെ കുറെ വൾണറബിലിറ്റീസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡാറ്റാബേസ് പോസ്റ്റ്ഗ്രസ് എന്നിട്ട് ഡാറ്റാബേസിന്റെ പാസ്വേഡ് അടക്കം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. യൂസർ നെയിം പാസ്വേഡ് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് അത് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇത് സ്കാനിങ് ആൻഡ് എന്യൂമറേഷൻ ആകുമ്പോൾ നമ്മൾ എന്തൊക്കെ വൾണറബിലിറ്റീസ് ഉണ്ടോ അത് സ്കാൻ ചെയ്യാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ വരുന്നതാണ് നമ്മൾ ഈ ഡാറ്റ ഒക്കെ എടുത്ത് വെക്കുക. എന്നിട്ട് ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് നോക്കുകയാണ്. MySQL ഒക്കെ യൂസ് ചെയ്തിട്ട് ആ ഡാറ്റാബേസ് ആക്സസ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിലിതാ ഹൈ ലെവൽ ഉണ്ട്, ഇൻഫോ ലെവൽ ബഗ്സ് ഉണ്ട്. പിന്നെ ജാവാസ്ക്രിപ്റ്റിന് കുറച്ച് ബഗ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
പിന്നെ FTP ഒരു ബഗ് കാണുന്നു. FTP അനോണിമസ് ലോഗിൻ നമ്മൾ അവിടെ കണ്ട പോലെ അതൊരു മീഡിയം റേഞ്ചിൽ ബഗ്ഗിൽ വരുന്നുണ്ട്. 21 എന്നുള്ള പോർട്ടിൽ 22 എന്നുള്ള SSH കീ വീക്ക് ആണെന്നും ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് നേരത്തെ ഹൈഡ്ര അടിച്ച പോലെ ടൈം അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഹൈഡ്രന്റെ SSHന്റെ പാസ്വേഡും യൂസർ നെയിമും കാര്യങ്ങളും കിട്ടും. അപ്പോൾ ഇതിൽ ഹൈ, ലോ, മീഡിയം അങ്ങനത്തെ കുറച്ചുണ്ട്. ഈ ബഗ്ഗിന് ഒരു ക്രിട്ടിക്കൽ ലെവലുണ്ട്, ഒരു ലെവൽസ് ഉണ്ട്. ക്രിട്ടിക്കൽ, ഹൈ, അതേപോലെ മീഡിയം, ലോ ഇൻഫർമേഷൻ. ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള വൾനറബിലിറ്റീസ് ആയിരിക്കും. ഒരു RC പോലെ നമ്മൾ വേറെ കമ്പ്യൂട്ടറിന്റെ ഷെല്ല്, വേറെ കമ്പ്യൂട്ടർ നമ്മളെ കമ്പ്യൂട്ടർക്ക് ആക്കുന്ന കോഡ് എക്സിക്യൂഷൻ ഒക്കെ നടക്കുന്ന പോലെയാണ് RC എന്ന് പറയാം. അതൊക്കെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള വൾനറബിലിറ്റി. SQL ഇഞ്ചക്ഷൻ, അതൊക്കെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള വൾനറബിലിറ്റീസ് ഇല്ല. ഇൻഫോ ബഗ് എന്ന് പറഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് വെർഷൻസ് ഒക്കെ മെയിൻലി ഇൻഫോ ബഗ്. പിന്നെ ജാവാസ്ക്രിപ്റ്റിന്റെ വൾനറബിലിറ്റീസ് ഒക്കെ ജസ്റ്റ് ഇൻഫോ ബഗിലും കാര്യങ്ങൾക്കൊക്കെ വരിക. ഇതാണ് മെയിൻലി വരുന്നത്. ഇനി നിക്റ്റോ എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ, നിക്റ്റോ ഇങ്ങനെ എല്ലാം ലിസ്റ്റ് ആയിട്ടോ. ഈ ന്യൂക്ലിയർ നിക്റ്റോ ഞാൻ കാണിച്ചെന്ന അത്ര ടൂൾസ് മാത്രമല്ല, കുറെ ടൂൾസ് ഉണ്ട്. ലിനക്സിലൊക്കെ കണ്ടമാനം ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോറും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. ഇത് IP അഡ്രസ്സ് മാത്രമല്ല കേട്ടോ യൂസ് ചെയ്യാൻ പറ്റുക. നമുക്കിപ്പോൾ ഒരു വെബിൽ netflix.com ആണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരുടെയെങ്കിലും വെബ്സൈറ്റ് ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ വേറെയുള്ള വെബ്സൈറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പെർമിഷൻ ഇല്ലാതെ വേറെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഇതൊക്കെ അവർക്ക് ലോഗ് പോവും, പലതും ലോഗും കാര്യങ്ങളൊക്കെ പോവും. അപ്പോൾ എത്തിക്കൽ ബേസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ആവശ്യമില്ലാത്ത രീതിയിൽ യൂസ് ചെയ്യുക. പഠിക്കാനൊക്കെ ആണെങ്കിൽ പഠിക്കാനായിട്ട് കുറെ ടെസ്റ്റ് PHP, അതേപോലെ ടെസ്റ്റ് ഇതൊക്കെ പഠിക്കാൻ പറ്റിയ ഇതൊക്കെ സ്കാൻ ചെയ്താൽ നോക്കാൻ പറ്റുന്ന ഒരു സൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. വൾനറബിൾ ആയിട്ടുള്ള കുറെ സൈറ്റ്സ് ഉണ്ട്. വൾനറബിൾ ആയിട്ടുള്ള പഠിക്കാൻ വേണ്ടിയിട്ട് കുറെ സൈറ്റ്സ് ഇട്ടതുണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇതാക്കി നോക്കാം. നിക്റ്റോ നമുക്ക് നെറ്റ്ഫ്ലിക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ചെയ്ത് നോക്കാം. നിക്റ്റോയില് ഈ nmap.org ഒക്കെ ഓൾമോസ്റ്റ് ബഗ്സ് ഒക്കെ ഫിക്സ്ഡ് ആയിരിക്കും. വലിയ ബഗ്സും കാര്യങ്ങളൊക്കെ ഒന്നും കിട്ടില്ല. ഇപ്പോ കാണിച്ച പോലെ നമുക്കൊരു ഇതുണ്ടല്ലോ, നമ്മളെ മെഷീനിന്റെ ബഗ്ഗാണ്. പക്ഷേ ഈ വർഷം വൾനറബിൾ ആണെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനത്തെ PHP MyAdmin നോക്കാം. PHP MyAdmin ഇതൊന്നും പുറത്തേക്ക് കാണാൻ പറ്റാത്ത സംഭവങ്ങളാണ്. ഇതൊക്കെ ഓൾമോസ്റ്റ് ഹൈ ലെവൽ ബഗ്ഗൊക്കെയാണ്, വൾനറബിലിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത്. ഇതൊക്കെ മെയിൻലി വെബ് ആപ്ലിക്കേഷനിലും വരാം. നെറ്റ്വർക്ക് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ നെറ്റ്വർക്കിന്റെ രീതിയിലുള്ള ഇപ്പൊ വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പെനെട്രേഷൻ ടെസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ആദ്യം nmap കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഏതൊക്കെ പോർട്ടും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആണെങ്കിലും ചെക്ക് ചെയ്യുക. അതിന്റെ വെർഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. ഇനി ഇതിൽ തന്നെ ഉണ്ട് എന്യൂമറേഷനിൽ ഒരു വരുന്ന ഭാഗമാണ് സബ്ഡൊമൈൻ എന്യൂമറേഷൻ എന്ന് പറയും. സബ്ഡൊമൈൻസും കാര്യങ്ങളൊക്കെ എന്യൂമറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ സെഷനിൽ കാണിച്ചു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ടൂൾസ് ആയിട്ട് സബ് ഫൈൻഡർ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഓൺലൈനായിട്ടും കുറെ ടൂൾസ് ഉണ്ട്. ഇതിലൊക്കെ നമ്മൾ ഇട്ട് കൊടുത്താല്, ഇപ്പോൾ നാസന്റെ ഒക്കെ ഇട്ട് കൊടുത്താല് മെയിൻലി ഇങ്ങനത്തെ ടൂൾസ് യൂസ് ചെയ്യുകയാണെങ്കിൽ
ലോക്കലി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാം. നമ്മളുടെ സൈറ്റൊക്കെ ആണെങ്കിൽ ഇതിൽ വെറുതെ കൊടുക്കുമ്പോൾ ഇത് അവർക്കും കൂടി കിട്ടുകയാണ്. മെയിൻലി എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ആയിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ അവർക്കും കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇതൊക്കെ നാസിന്റെ സബ് ഡൊമൈൻസും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നാസക്ക് വൾണറബിലിറ്റി ഡിസ്ക്ലോസർ പ്രോഗ്രാം ഉണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും ബഗ് കണ്ടുപിടിച്ചിട്ട് റിപ്പോർട്ട് ചെയ്താൽ ഒരു അക്നോളജ്മെന്റ് പോലെ ഒരു സംഭവത്തിലൊക്കെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് തരാറുണ്ട്. പിന്നെ ഗൂഗിളൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം ഓലൊക്കെ വൾണറബിലിറ്റി ഡിസ്ക്ലോസർ ബഗ് ഒക്കെ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നതാണ്. പിന്നെ ചെറിയ കമ്പനീസിന്റെ ഒന്നും ടെസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം അതിന് പ്രോപ്പർ ആയിട്ടുള്ള പെർമിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറ്റുള്ളൂ. ഇത്രയാണ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. പിന്നെ ടാസ്ക് ആയിട്ട് വരുന്നത് കുറെ ലാബ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഹലോ, സെക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? സെക്ഷൻ അപ്പോൾ ടാസ്ക് നിങ്ങൾ ഹാക്ക് ദ ബോക്സ് ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞു കേട്ടിരുന്നു. കുറെ പേർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ഹാക്ക് ദ ബോക്സ് കുറച്ചും കൂടി പ്രൊഫഷണലി കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ചെയ്യേണ്ടതാണ് മെയിൻലി. മെയിൻലി യൂസ് ചെയ്യുക ട്രൈ ഹാക്കിനെയാണ്. സ്റ്റാർട്ടിങ്ങിലൊക്കെ യൂസ് ചെയ്യേണ്ടത് ട്രൈ ഹാക്കിനെയാണ്. കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ലെവൽക്ക് മാത്രമേ ആണെങ്കിലും മാത്രമാണ് ഹാക്ക് ദ ബോക്സ് മെയിൻലി യൂസ് ചെയ്യുക. ട്രൈ ഹാക്കിനിൽ കുറെ ലാബ്സ് ഉണ്ട്. ഫീച്ചേഴ്സ് മാത്രമല്ല കുറെ ലാബ് ഉണ്ട് നമുക്ക് പഠിക്കാൻ പറ്റിയ. എൻമാപ്പ് പഠിക്കാൻ പറ്റിയ കാര്യങ്ങളും അങ്ങനെ. എൻമാപ്പ് എന്നല്ല, കുറെ ടൂൾസ് ഉണ്ട്. കുറെ കുറെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. അതിന് ജസ്റ്റ് വാക്ക് ത്രൂ, ഒന്നെങ്കിൽ വാക്ക് ത്രൂ നോക്കാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ അവര് ജസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ എടുക്കുകയാണെങ്കിൽ ലാബിന്റെ അയച്ചു തരാം. എൻമാപ്പ് ബേസിക്സ് അതാ എൻമാപ്പിന്റെ റൂമുണ്ട്. ഈ റൂം നിങ്ങൾ ചെയ്യുന്ന ലിങ്ക് വേണമെങ്കിൽ അയച്ചു. ഞാൻ ഡാനിക്ക് അയച്ചെടുത്തോണ്ട് ലിങ്ക്. ഇതിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞത് മെഷീൻസും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡക്ഷന് ആദ്യം ഇതൊക്കെ വായിച്ചു നോക്കാതെ. 65,535 കോഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഓരോ ഇതെന്തിനാ യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ കുറെ കാര്യങ്ങളും കുറച്ച് വായിച്ചു നോക്കുക. പിന്നെ നമുക്ക് മെഷീൻസും കാര്യങ്ങളൊക്കെ കിട്ടും. അതും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ഒന്നുകൂടി നല്ല എൻമാപ്പിൽ സ്കാനിങ്ങിൽ ഒന്നും കൂടി അടിപൊളിയാവാൻ പറ്റും. അങ്ങനത്തെ എൻമാപ്പിന് മാത്രമല്ല ന്യൂക്ലിയസും കാര്യങ്ങൾക്കൊക്കെ കുറെ ടൂൾസ് ഉണ്ട് കേട്ടോ. അല്ല കുറെ ലാബ്സ് ഉണ്ട് ട്രൈ ഹാക്കിനിൽ. അപ്പോൾ സ്റ്റാർട്ടിങ് ബിഗിനേഴ്സിന് ഏറ്റവും നല്ലത് ട്രൈ ഹാക്കിനെയാണ് ഹാക്ക് ദ ബോക്സിനേക്കാൾ കാട്ടിലും. ഇപ്പൊ ട്രൈ ഹാക്കിനിൽ നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ട് കുറെ പെയ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളും ഉണ്ട്. അതിൽ ഫ്രീ ആയിട്ടുള്ളതിന്റെ ലിസ്റ്റ് വേണമെങ്കിൽ അത് ഞാൻ അയച്ചു തരാം. ഫ്രീ ആയിട്ടുള്ള CTF, ബഫർ ഓവർഫ്ലോ പറഞ്ഞിട്ടുള്ള ആക്റ്റീവ് ഡയറക്ടറി, വിൻഡോസിന്റെ ഫണ്ടമെന്റ്സും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. സെഗിനൊക്കെ ഇതിൽ സൈബർ സെക്യൂരിറ്റിയിൽ വരുന്നതാണ് സെഗിനോഗ്രാഫി.
റിവേഴ്സ് എഞ്ചിനീയറിംഗ്, വൈഫൈ ഹാക്കിങ്ങിന്റെ റൂം, ഫോറൻസിക്കിന്റെ, ആൻഡ്രോയിഡ്, വെബ്, പിന്നെ നെറ്റ്വർക്ക് ടൂളിങ്, അങ്ങനത്തെ ഒരു ലിസ്റ്റ് ഉണ്ട് സിമ്പിൾ ആയിട്ടുള്ള. അത് ഞാൻ വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. ഇന്നത്തെ ടാസ്ക് ഞാൻ ഇപ്പോൾ ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ എൻമാപ്പിലൊരു ലാബാണ് ഞാൻ തന്ന ഈ ലാബ്. ഈ ലാബ് ഓൾമോസ്റ്റ് എല്ലാവരും ഞാൻ എനിക്ക് ടാസ്ക് ആയിട്ട് ഷെയർ ചെയ്ത് തരാം. പിന്നെ ഈ എൻമാപ്പിൽ ഇവിടുത്തെ VPN എങ്ങനെ കണക്ട് ചെയ്യാന്ന് വെച്ചാൽ അതാ VPNൽ പലർക്കും കണക്ഷൻ കിട്ടുന്നില്ല എന്നൊക്കെ ഞാൻ ആ ഗ്രൂപ്പിൽ കണ്ടിരുന്നു. ജസ്റ്റ് VPN ഡൗൺലോഡ് ചെയ്യാം. ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് റീജനറേറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തത് എൻ്റെ ഓൾറെഡി ഡൗൺലോഡിൽ ഉണ്ടാവും. ഓപ്പൺ VPN വെച്ചിട്ടാണ് ഇത് ചെയ്യൽ കേട്ടോ. നമ്മൾ ജസ്റ്റ് ഓപ്പൺ VPN സുഡോ പെർമിഷൻ കൊടുക്കുക എന്നാൽ ജസ്റ്റ് എക്സിറ്റ് ആവും. ജസ്റ്റ് സുഡോ പെർമിഷൻ അല്ല, റൂട്ട് യൂസർ ആയിട്ട് അത് റൺ ആയി തിരിച്ചാൽ മതി. എന്നാൽ ആ കണക്ഷൻ എൻഡ് ആവാതെ നോക്കും. നമുക്ക് ഒരു IP ഇവിടെ കിട്ടും. സാധാരണ ഈ റൈറ്റ് ബോട്ടത്തിൽ ലിനക്സിലൊക്കെ ആണെങ്കിൽ ഇവിടെ IP കാണിച്ചു തരാൻ പറ്റും. ജസ്റ്റ് ifconfig അടിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു പ്രൈവറ്റ് IP ഇതാ ടണൽ ചെയ്തതിൻ്റെ VPNന്റെ IP കിട്ടും. അങ്ങനെ നിങ്ങൾ അതിലും കുറച്ച് ബോക്സ് ഉണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ ഇത്ര ഉള്ളത് ഇന്നത്തെ സെക്ഷൻ. എല്ലാവർക്കും മനസ്സിലായും കാര്യങ്ങളായും തോന്നുന്നു. അപ്പോൾ അതിൻ്റെ പേരില്ലേ ഡാനി ബ്രോ? അതെ ചേട്ടാ. ഓക്കെ അല്ലേ? ചേട്ടാ ടാസ്ക് നാളെ മറ്റന്നാളോ ഇടാം. അതുപോലെ മറ്റേ യൂട്യൂബിന്റെ വീഡിയോ ഇടാം. ഓക്കെ. ടാസ്കും കാര്യങ്ങളും ഞാൻ അയച്ചു തരാം. നിങ്ങൾ എല്ലാവരും ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കിട്ടോ. എൻമാപ്പും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു മെഷീൻസും കാര്യങ്ങളൊക്കെ വൺഹബ് പോയാൽ കുറെ വൾണറബിൾ മെഷീൻസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതൊക്കെ മെഷീൻസ് കിട്ടും. ജസ്റ്റ് OVA ഫയൽസ് ഒക്കെ ഉണ്ടാവും. ജസ്റ്റ് വെർച്വൽ ബോക്സിലാണെങ്കിലോ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് പുതിയൊരു ടൂള് ഇതാക്കിയാൽ മതി. ആഡ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്തിട്ട് അതൊക്കെ എൻമാപ്പ് ചെയ്തിട്ട് പഠിക്കാം. അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. അതിൻ്റെ വാക്ക് ത്രൂ ഉണ്ടാവും. ജസ്റ്റ് വാക്ക് ത്രൂ ആദ്യം നമ്മളൊന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മളൊന്ന് വാക്ക് ത്രൂ നോക്കിയാൽ ഇതാവും. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ അല്ലേ? ചേട്ടാ താങ്ക് യു ഫോർ ദ സെഷൻ. ഓക്കെടാ. ഓക്കെ ബ്രോ, ശരി.